2 കൊരിന്ത്യർ 6:1 അവിടെ ഒരു ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം, അത് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അതുകൊണ്ടാണല്ലോ നമ്മൾ 2 ദിവസമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം. അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ കാരണം ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മൾ ചെലവാക്കിയ പണം കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ഒന്നുകൊണ്ടോ അല്ല നമ്മൾ ഈ രക്ഷയിലേക്ക് വന്നത്, ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ ഈ കൃപ നമുക്ക് ലഭിച്ചു. പക്ഷെ പൗലോസ്ലീഹ പറയുകയാണ് കൊരിന്ത്യ സഭയോട്, നിങ്ങൾക്ക് ലഭിച്ച ഈ കൃപയുണ്ടല്ലോ, ഈ കൃപ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, വ്യർത്ഥമായി തീരരുത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചത് വ്യർത്ഥം എന്ന വാക്കിന്റെ അർത്ഥം വെറുതെ എന്നാണ്, പ്രയോജനമില്ലാത്തത് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ലഭിച്ച കൃപ അത് വെറുതെയായി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കൂട്ടുവേലക്കാരായി എഴുതുകയാണ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ 6-ാം അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് താഴോട്ട് വായിച്ച് വീട്ടിൽ പോയി നിങ്ങൾ പഠിക്കണം. അത് വേറൊരു പ്രസംഗ വിഷയമാണ്. മിനിമം ഒരു 4 ദിവസത്തെ ക്ലാസ്സിലെങ്കിലും പഠിപ്പിക്കേണ്ട വിഷയമാണ്. അതെന്താ, താഴോട്ട് ആ 6-ാം അധ്യായം തുടങ്ങി 16-17 വാക്യങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിപ്പിനെന്നാണ്. അപ്പൊ വേർപാടിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരാതിരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്തോണം, വേർപാട് പാലിച്ചോണം. മിനിമം 4 ദിവസത്തെ ക്ലാസ് ഇതുപോലെ എടുത്താലേ അതിൻ്റെ ഒരു പോർഷൻ തീർക്കാൻ പറ്റുള്ളൂ. വേർപാട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഇതിനകത്ത് സഭയ്ക്കകത്ത് വന്നു എന്തെല്ലാം കൃപാവരങ്ങളും, കഴിഞ്ഞ ദിവസം കാവാലം ഭാഷയോടെ പ്രസംഗിച്ച് പറഞ്ഞു ഒത്തിരി കൃപയൊക്കെ ഉണ്ടെന്നും കൃപാവരം ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന ജ്ഞാനികളുള്ള വലിയ സംഭവമാണ് കൊരിന്ത്യ സഭ. പക്ഷെ അവരോട് പറയുക, നിങ്ങൾക്ക് ലഭിച്ച ഈ കൃപ അത് വെറുതെയായി തീരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മളിതെല്ലാം ഈ ദൈവവചനം സംസാരിക്കുന്നത് നമ്മുടെ മുമ്പിൽ ഒരിക്കലെങ്കിലും കേൾക്കാനിരിക്കുന്നവർ നിത്യതയിലെത്തണ ഉദ്ദേശമേ നമുക്കുള്ളൂ, അല്ലാണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. അപ്പം ആളുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ഞാൻ സ്നാനപ്പെട്ടല്ലോ, അന്യഭാഷ പറയുന്നല്ലോ, ആരാധിക്കുന്നല്ലോ, സഭയുടെ കാര്യങ്ങൾ ഇടപെടുന്നല്ലോ എന്നൊന്നുള്ള ലേബലിൽ ഒന്നും പോകാൻ പറ്റുന്ന ഒന്നല്ല നിത്യത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കൃപയിൽ നാം നിലനിൽക്കണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനാധാരമായിട്ട് നമ്മൾ ഇന്നലെ വായിച്ച വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 13:43 വായിച്ചു. നാം ദൈവകൃപയിൽ നിലനിൽക്കണമെന്നും, അല്ലേ? ആമേൻ. വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു എന്ന് നമ്മൾ ഇന്നലെ വായിച്ചു. അതുപോലെ തന്നെ 14:22 നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടവരാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. ഇനി അതിന് തെളിവായിട്ട് നമ്മൾ വായിച്ച അടുത്ത വാക്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. കൊലോസ്യർ 1:23 ആണ് ഇന്നലെ രാത്രി നമ്മൾ നിർത്തിയത്. ആ വാക്യത്തിൽ നമുക്ക് തുടങ്ങാം. വായിച്ചാട്ടെ. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന്. നമ്മൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താണ്? നമ്മുടെ പ്രത്യാശ ഇനിയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുപോകാൻ വരും എന്നുള്ളതാണ് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ശുഭദിനം എന്ന് പറയുന്നത്. അപ്പൊ ആ നല്ല പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ, അതൊരു കണ്ടീഷൻ അല്ലേ അത്? അങ്ങനെ നിങ്ങൾ നിലനിന്ന് കൊണ്ടാൽ നമ്മൾ പലയിടത്തും പറയുന്നത് എന്നാൽ കൊണ്ടാൽ എന്ന് പറയുന്നത് അതൊരു കണ്ടീഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് നാട്ടിൽ പറയാറുണ്ട്, കൊച്ചിനോട് എടാ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചോണ്ട് വാ, എന്നാൽ നിനക്ക് 10 രൂപ മിഠായി മേടിക്കാൻ തരാം എന്ന് പറഞ്ഞാൽ അത് നീ ചെയ്താൽ ഇത് ഞാൻ തരാം എന്നുള്ള അർത്ഥത്തിൽ ആ പദം വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി സ്ഥിരതയുള്ളവരായി വിശ്വാസ ജീവിതത്തിൽ നിലനിന്ന് കൊണ്ടാൽ നിങ്ങൾ എവിടെ നിൽക്കും? അവന്റെ മുമ്പിൽ. ആ പ്രത്യാശയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ എത്തും. നമ്മൾ കർത്താവിന്റെ മുഖം കാണും. നമ്മളിപ്പോ പാടി കണ്ടിടും. അപ്പൊ അത് നമ്മൾ പാടിയിട്ട് കാണാതെ പോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അത്രയും വലിയ ഒരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ പിന്നെ സംഭവിക്കാനില്ല. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ അറിഞ്ഞ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടവരായി ഇളകാതെ സ്ഥിരതയോടെ എന്ത് ചെയ്യണം? നിലനിൽക്കണമെന്ന് പറയുകയാണ്. വീണ്ടും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-7 വാക്യങ്ങളൊന്ന് വായിച്ചേ.
ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. ശ്രദ്ധിക്കുക. അപ്പൊ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം. നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട് നമ്മുടെ കരങ്ങളിലേക്ക് ലഭിച്ച, നമ്മൾ ഇന്ന് കൊണ്ടു നടക്കുന്ന, നാം പ്രമാണിക്കുന്ന ഈ ദൈവവചനം, അത് പൂർണ്ണതയുള്ളതായിട്ടാണ് നമ്മുടെ കയ്യിലോട്ട് തന്നത്, അല്ലേ? ഇനി ഇതിനകത്തൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. യേശുക്രിസ്തു പഠിപ്പിക്കാത്തതോ അപ്പോസ്തലന്മാർ ചെയ്യാത്തതോ ലേഖനങ്ങളിൽ രേഖപ്പെടുത്താത്തതോ ആയ ഒരു കാര്യങ്ങളും ഇനി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് ഓൾറെഡി ഉപദേശിച്ച് തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നിത്യത വരെ എത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്ത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെയും നമ്മൾ ഈ വേദപുസ്തകത്തിന് പുറത്തുള്ളതായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളൊരു മൗനസമ്മതം കൊടുക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു മേഖലയാണത്. എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിന് മൗനസമ്മതം കൊടുക്കുന്നത് എന്ന്. എന്നാൽ ഇവിടെ പറയാം, നമുക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവണ്ണം നമ്മൾ വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കണം. അപ്പൊ അത്രയും നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തി. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കണം എന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ചും കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തും ധർമ്മശേഖരണം നടത്തിയും കൂട്ടായ്മ കാണിച്ചും ആരാധനയ്ക്ക് വന്നും ഭൗതികമാകുന്ന മേഖലകളിലെല്ലാം സന്തോഷത്തോടെ ചെയ്യുന്ന ഈ ദൈവസഭകളോട് നിങ്ങൾ നിലനിൽക്കണം, നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, നിങ്ങൾ വീണു പോകരുത്, അധർമ്മികളുടെ വഞ്ചനകളിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഈ സഭയോട് മുന്നറിയിപ്പ് കൊടുക്കേണ്ടുന്ന ആവശ്യം എന്താണ് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉത്തരം, തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചല്ലോ, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ അതെപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പം ആ വീഴ്ച സംഭവിക്കാതിരിക്കാൻ ദൈവവചനം മുന്നോട്ട് വെക്കുന്ന ഒരൊറ്റ ഓപ്ഷനേ നമുക്കുള്ളൂ. ക്രിസ്തു എന്ന പാറമേലായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്, വൻമഴ പെയ്തു, കാറ്റടിച്ചു, നദിയിൽ വെള്ളം പൊങ്ങി, പക്ഷേ വചനത്തിൽ വേരൂന്നിയത് വീണില്ല. അതേസമയം മണലിൽ മേൽ പടുത വീട് എന്ത് ചെയ്തു? വീണു. അപ്പം ഒരു കാര്യം ദൈവമക്കൾ അവിടെ ചിന്തിക്കണം, ഈ വൻമഴയും കാറ്റും കോളും തിരമാലയും പ്രതികൂലവും ഒക്കെ ഈ രണ്ട് സ്ഥലത്തും അടിച്ചു. മനസ്സിലാക്കണം, നമ്മളിപ്പോ ഈ കാറ്റും കോളും വൻമഴ ഇല്ലാത്ത മേഖല തപ്പിയാ നടക്കുന്നത്. പക്ഷെ വചനത്തിൽ നിലനിൽക്കുന്ന വീട്ടിലും ഇത് അടിച്ചു. ഇത് നമ്മൾ ഗൗരവമായി പഠിക്കണം. കർത്താവ് പഠിപ്പിച്ചതാ. അപ്പം വചനത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കൊരു പ്രതികൂലം വരുന്ന ഉടനെ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുന്ന ഉടനെ, നമ്മൾ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരുന്ന ഉടനെ നമ്മൾ മഹാഭാവിയാണെന്നുള്ള അർത്ഥമൊന്നുമില്ല. വേദപുസ്തകത്തിൽ നമുക്ക് ശരീരത്തിൽ രോഗം വരുന്നതിന് തന്നെ വേദപുസ്തകത്തിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും, അല്ലേ? അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും, അല്ലേ? അങ്ങനെ ചെയ്താൽ അത് നിമിത്തം നിങ്ങളിൽ പലരും, ഒന്ന് രോഗി, രണ്ട് ബലഹീനർ എന്ന് പറയുമ്പോൾ ചില ട്രാൻസ്ലേഷനിൽ പാരലൈസ് എന്നൊരർത്ഥം കൂടി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ തളർന്നു പോകാം എന്നൊരർത്ഥം പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് രോഗിയാകാം, രണ്ട് തളർന്നു പോകാം, മൂന്ന് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. നമ്മുടെ ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി മരണമെന്ന ബാലശിക്ഷ നൽകി ദൈവം തിരിച്ചു വിളിക്കാം. അപ്പൊ ഇത് സംഭവിക്കാം. ഈ മൂന്ന് കാര്യത്തെയും, ഈ രോഗത്തെയും ഈ തളർച്ചയെയും ഈ മരണത്തെയും ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? ബാലശിക്ഷ എന്നാണ്, അല്ലേ? പിശാച് കൊണ്ടുവരുന്നതാണോ? പറ. അപ്പൻ മക്കളെ ബാലശിക്ഷ കഴിക്കുന്ന പോലെ നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നു. അപ്പൊ ദൈവം നമുക്ക്, നമ്മൾ യോഗ്യതയില്ലാതെ കർത്താവിൻ്റെ മേശയിൽ കൈ നീട്ടിയിട്ട്, കുഴപ്പമില്ല, ഇവരുടെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ ഒരു ചെറിയ കൊട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു രോഗം നമ്മുടെ ശരീരത്തിലേക്ക് ദൈവം അങ്ങ് അനുവദിച്ച് തന്നിരിക്കട്ടെ, ബാലശിക്ഷയായിട്ട് നമ്മളൊന്ന് ക്രമീകരിക്കപ്പെടാൻ വേണ്ടി തന്നതാ. അപ്പൊ ഇതിന് ലോകത്തിലുള്ള ഏതെങ്കിലും ഒരുത്തം വന്ന് ശ്വാസിച്ച പോവോ? പറ.
പോവുമോ? മാറുമോ? എല്ലാ രോഗവും മാറ്റുന്ന ഒരു പാസ്റ്റർ വന്നിട്ടുണ്ട്. പുള്ളി കൈ വെച്ചാൽ മതി, ക്യാൻസർ രോഗിയൊക്കെ മാറുക. ആയിക്കോട്ടെ, നല്ല കാര്യം. അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ചാൽ ഇത് മാറുമോ? ഇത് ആര് വെച്ചിരിക്കുന്നതാ? പണ്ട് നമ്മൾ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, പോലീസിനെ തല്ലിയ ജാമ്യത്തിലെടുക്കാൻ ആര് വരും? വക്കീല് വരും. വക്കീലിട്ട് തല്ലിയാലോ? പോലീസിനെ തല്ലിയ ജാമ്യത്തിലെടുക്കാൻ വക്കീൽ വരും. വക്കീലിനെ തല്ലിയിട്ട് ജാമ്യത്തിലെടുക്കാൻ വേറൊരു വക്കീൽ വരികയില്ല. കാരണം അവർ ബാർ അസോസിയേഷനിൽ അവരൊന്നാ. അങ്ങനെയാണെങ്കിൽ നാളെ കോടതിയിൽ ഒരുത്തന്നെ വിചാരണ കഴിച്ചിട്ട് അവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ ഈ കള്ളന്മാരെല്ലാം ജയിലിൽ ആടി വക്കീലന്മാരെ കൊല്ലാൻ നടക്കും. ഇന്ന് വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തൂക്കിക്കൊല്ലാൻ വിധിച്ചവൻ പോലും അവന് ജയിലിൽ ചാടി പുറത്തിറങ്ങിയാൽ അവൻ്റെ പ്രതിയോഗികളെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ ജഡ്ജിയെയും വക്കീലിനെ ഒന്നും ചെയ്യാനായിട്ട് ഇവർ ശ്രമിക്കാറില്ല. കാരണം അങ്ങനെ ചെയ്താൽ പിന്നെ ഇവന് വേണ്ടി വാദിക്കാൻ ഒരാൾ വരികയില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പിശാചടിച്ചാൽ ദൈവം വിടുവിക്കും. ദൈവകരം വിരോധമായി വന്നാൽ വിടുവിക്കാൻ കഴിയുന്ന ഒരു കരം ഉലകത്തിൽ വേറെ ഇല്ല. ഇപ്പൊ ബാലശിക്ഷ കഴിക്കുക. ഈ ബാലശിക്ഷ കഴിക്കുമ്പോൾ നമ്മൾ ബന്ധനം എന്നൊന്നും പറയല്ലേ. ദൈവം ബാലശിക്ഷ കഴിക്കട്ടെ. ആ ബാലശിക്ഷ ഏൽക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവേ, ഞാൻ നിന്റെ പൈതലാണെന്ന് നീ അംഗീകരിച്ചല്ലോ എന്നുള്ളതിന്റെ തെളിവാത്. മനസ്സിലായി? എന്തെല്ലാം സൂത്രം ചെയ്തിട്ടും ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ലെങ്കിൽ വേണം പേടിക്കാൻ. അപ്പോഴാ പേടിക്കാൻ. കാരണം പറയുന്നു, ബാലശിക്ഷ ഏൽക്കുന്നില്ലെങ്കിൽ നീ മക്കളല്ല, ജാരസന്തതി അത്രയെന്നാണ് പറയുന്നത്. അപ്പൊ നിന്നെ മക്കളായി കർത്താവ് കണ്ടിട്ടില്ല. നീ ഇങ്ങനെ ഉടായ്പ കാണിച്ച് സൂത്രം കാണിച്ച് ഇങ്ങനെ പോയിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയോ? ഇതിപ്പോ എൻ്റെ ഒരു ബലഹീനതയാണെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് ദൈവം എന്നോട് ഇങ്ങനെയാ നമ്മുടെ ചിന്ത. അങ്ങനല്ല ചിന്ത. നമുക്ക് കൊട്ട് കിട്ടുന്നില്ലെങ്കിൽ പേടിച്ചോണം. കർത്താവ് നമ്മളെ മക്കളായി എണ്ണിയിട്ടില്ല. അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനല്ല പറയുന്നത്. നമ്മൾ പറയുന്നത് രോഗം വന്ന ഉടനെ നമ്മൾ പിന്നെ ആകെ വേവലാതിയായി വെപ്രാളമായി പിന്നെ നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ തന്നെ മാറി എന്നിട്ട് പറയും, എന്തോ കാര്യമായ കുഴപ്പം ജീവിതത്തിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കളയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അടിക്കുക. പോട്ടെ, സാരമില്ല, ഞാൻ യാത്ര ചെയ്ത് വന്നാൽ എനിക്ക് ഇച്ചിരി വെള്ളം കൊണ്ടുപോകാം കുടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പം ഈ അപ്പൻ ദേഷ്യത്തിൽ വടി അവിടെ ഇട്ടു പറഞ്ഞു, നിനക്ക് ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് എനിക്ക് വെള്ളം എടുക്കാൻ പോയി. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പം ഞാൻ നോക്കിയപ്പം വടി അവിടെ കിടക്കുന്നു, മോനും അവിടെ നിൽപ്പുണ്ട്. എന്തായാലും പുള്ളി അടിച്ചുകൊണ്ടിരുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ വടി അങ്ങോട്ട് എടുത്ത് ഇവൻ്റെ മണ്ടക്കിട്ട് അതിൻ്റെ ബാക്കി അടിക്കുക. പൊട്ടിക്കോടാം, എവിടെ പൊട്ടിക്കോടാന്ന് ചോദിച്ച് ഇവൻ്റെ മണ്ടക്കിട്ട് അടിക്കുക. അപ്പം അപ്പൻ വെള്ളവും കൊണ്ട് ഇത് കണ്ടുകൊണ്ട് വരുമ്പം കൊടുക്ക് വർഷം അവൻ്റെ മണ്ട നോക്കി കൊടുക്ക് പൊളിയട്ടെന്ന് പറഞ്ഞ് അങ്ങനാണോ പറയുന്നത്? അതോ കുപ്പിയും വെള്ളം എടുത്ത് എൻ്റെ മണ്ടയ്ക്ക് അടിക്കുമോ? എന്തായിരിക്കും ഒരു അപ്പൻ ചെയ്യുക? സ്വാഭാവികമായി അപ്പനായിട്ട് കണ്ടാൽ മതി. ഇനിയിപ്പോൾ തല്ലാൻ പറ്റിയില്ലെങ്കിലും അപ്പൻ ചോദിക്കത്തില്ലേ, എൻ്റെ മോൻ കുറ്റം ചെയ്താൽ അവനെ തല്ലാൻ അവൻ്റെ അപ്പനായി ഞാൻ ഉണ്ട്, ഞാൻ തല്ലും എന്ന് കരുതി വഴിയെ പോകുന്നവനൊക്കെ കയറി അടിക്കാൻ ഇത് പൊതുവക മനസ്സിലാകുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ ദൈവം നമ്മെ ബാലശിക്ഷ കഴിക്കും. അല്ല, ദൈവം ബാലശിക്ഷ കഴിക്കാതെ ഉടനെ പിശാചിനെടുത്ത് അങ്ങ് അടിക്കാൻ ഇട്ട് കൊടുക്കുന്ന ഒരു ദൈവം അല്ല. അങ്ങനെ കൊടുക്കുന്നൊരു മേഖല, അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നൊരു മേഖല വേറെ ഉണ്ട്. അത് വേറൊരു മേഖല എന്ന് പറഞ്ഞാൽ ഈ കൃപയ്ക്കകത്തുനിന്ന് നീ പുറത്തു പോകുന്ന മേഖലയിലാണ് അത് സംഭവിക്കുന്നത്. പാപത്തിൽ തുടർന്നു പോകുന്ന, അതാണ് കൊരിന്ത്യരോട് പറഞ്ഞ അപ്പൻ്റെ ഭാര്യ വെച്ചുള്ളവൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. പക്ഷെ മാനസാന്തരപ്പെടാൻ അവന് പറ്റുന്നില്ല. അവൻ ഈ പാപത്തിൽ തുടർന്നു പോകുന്ന ഒരു മേഖല വരുമ്പോഴാണ് ജഡസംഹാരത്തിനായി ഏൽപ്പിക്കുന്നത്. അതെന്തിനാ? അവൻ്റെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകാതിരിക്കുക. ഇവൻ മടങ്ങി വന്നാൽ ഇവന് നിത്യത കിട്ടും. ആ മടങ്ങി വരവ് ഇവന് സംഭവിക്കേണ്ടതിനാണ് ജഡത്തിൽ അനുവദിച്ചു കൊടുക്കുന്നത്. അത് അടുത്തൊരു മേഖലയാണ്. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറ്റം വന്നാൽ ഉടനെ നേരെ പിശാചിനടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ള ഈ ബാലിശമായ ചിന്തകൾ കളഞ്ഞിട്ട് നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു? നമ്മുടെ ദൈവം ആരാ? ആ ദൈവം നമുക്കാരാ? അങ്ങനെയുള്ള ചിന്തകളിലേക്കാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത്. അപ്പം ഇവിടെ പറയുന്നത് നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു മേഖലയിലായതുകൊണ്ട് മുന്നറിയിപ്പുകളാണ് ഈ ദൈവവചനം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. റോഡിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന സൈൻ ബോർഡുകളെ നമ്മൾ അവഗണിച്ചാൽ അപകടത്തിൽ ചാടുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. അതിന് വേദപുസ്തകത്തിൽ തെളിവുണ്ടോ? നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. എഫേസ്യർ 4:14. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുളരുന്ന ശിശുക്കൾ ആയിരിക്കാതെ എന്നാണ് പദം. അപ്പൊ ശ്രദ്ധിക്കുക, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും
ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രത്താലും കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം. അപ്പൊ തെറ്റിച്ച് കളയുന്ന മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ട്. അവര് ഉപായത്താലും ചതിയാലും തന്ത്രങ്ങളാലും നമ്മെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടുന്നവരോടും നമ്മൾ സഹകരിക്കുന്നവരോടും നമ്മൾ ഇടപെടുന്നവരോടും അങ്ങനെയുള്ള മനുഷ്യരുടെ ചതിയും തന്ത്രങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ 2015 ഇവിടെ വന്ന് ആദ്യമായി വരുന്ന സമയത്ത് ഒരു സഹോദരി, ഇവിടെ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ നിന്നൊരു സഹോദരി ഫോൺ വിളിച്ചു, പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ വീട്ടിലൊന്ന് വരണം, അച്ചായനോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ആ സ്റ്റേറ്റിൽ എനിക്ക് മീറ്റിംഗ് ഇല്ല, അപ്പം ഒരു വീട്ടിലേക്കായിട്ട് ഞാൻ എങ്ങനെയാണ് വരുന്നത്? അത് കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്തു തരാം, വരണം. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പം അദ്ദേഹം സൗകര്യം പറഞ്ഞു, ഇങ്ങനെയാ, ഞാൻ നിരന്തരമായി സമുദായത്തിൽ നിന്നു, നിരന്തരമായി ദൈവദാസന്മാരുടെ മെസ്സേജുകൾ കേട്ടു, പാസ്റ്ററിൻ്റെ ഉൾപ്പെടെയുള്ള മെസ്സേജുകൾ കേൾക്കും. അപ്പോൾ എനിക്ക് വിശ്വാസത്തിലേക്ക് ഞാൻ ഏറ്റുപറഞ്ഞിരിക്കുകയാണ്, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ അങ്ങനെയുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി നിൽക്കുകയാണ്. എനിക്ക് സത്യം അറിയാം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അച്ചായൻ അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ വഴക്കുണ്ടാക്കി ചർച്ചയിൽ പോകാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പം പുള്ളിക്കാരന് അത് താല്പര്യമില്ല. അപ്പം പുള്ളിയോടൊന്ന് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, താല്പര്യമില്ലാത്ത ഒരാളോട് ഞാൻ എങ്ങനെ ഒന്ന് സംസാരിക്കും? അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, അത് ഒരു വിഷയമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഈ ആൻറ്റി എൻ്റെ പ്രസംഗം TV-യിൽ എന്തോ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങോട്ട് വന്ന് കയറി ഡ്രസ്സ് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഈ അകത്തോ ഈ വചനത്തിൽ നിന്ന് നിൽക്കാതെ ഉടായ്പ് കാണിക്കുന്ന ഈ കള്ളന്മാർക്കൊക്കെ എതിരെ സംസാരിക്കുന്ന എന്തോക്കെയോ ഈ പുള്ളി 10-15 മിനിറ്റ് കേട്ടപ്പം അതാരാ പറഞ്ഞെന്നും പറഞ്ഞു പുള്ളി ഓടി വന്നിരുന്നിട്ട് പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറ, അവിടെ വെക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ഈ പുള്ളി സ്ഥിരമായിട്ട് മറ്റേ പുള്ളിയുടെ പ്രസംഗം ഉണ്ട് ഇടാൻ പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനിവിടെ വന്നെന്ന് ഈ ആൻറ്റി അറിയുന്നത്. അപ്പം എന്നോടൊരു താല്പര്യമുണ്ട്, അതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ പാസ്റ്റർ പ്രസംഗത്തോട് താല്പര്യമുണ്ട്, അതുകൊണ്ടൊന്ന് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി വരാമെന്ന് പറഞ്ഞു. കൃപയാൽ ഒരു ദിവസം അവിടെ ചെന്നു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. അദ്ദേഹത്തിന് ദൈവത്തോടോ വചനത്തോടോ അല്ല എതിർപ്പ്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിനൊരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ അദ്ദേഹം മനസാക്ഷി തോന്നി അദ്ദേഹം കൊണ്ട് നിർത്തിയതും കൂടെ നിർത്തിയതും ഹെൽപ്പ് ചെയ്യാൻ ചിന്തിച്ചതുമായ മുഴുവൻ പെന്തക്കോസുകാരും അയാൾക്കിട്ട് പണി കൊടുത്തേച്ചാണ് പോയത്. ഈ തിക്ത അനുഭവം അകത്ത് കിടക്കുക, മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് പോയി. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പല തന്ത്രങ്ങളിൽ കുടുക്കി ചതിച്ചു. ഇതെല്ലാം ചെയ്യുമ്പം ഇദ്ദേഹം പറയുന്നത്, ഈ ആത്മാവ് കൊണ്ട് എന്നും പറഞ്ഞ് ഈ കൊട്ടിപ്പാടി നടക്കുന്ന ഇവരൊക്കെ എങ്ങനെ ഈ ചതി ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെ ഈ മനുഷ്യനെ വഞ്ചിക്കുന്നത്? ഈ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്ന ഇവരുടെയൊക്കെ ഉള്ളിലാണോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്? അതൊന്നും പുള്ളിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് നമ്മൾ ഇടപെടുമ്പോൾ ഈ ചതിയും തന്ത്രങ്ങളും ഉപായങ്ങളും ഉള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുന്നത്. ഈ തിക്ത അനുഭവങ്ങൾ ഒരാളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അയാളെ തിരിച്ചു പിടിക്കാൻ വലിയ പാടാണ്. ഒരു പുതിയ വിശ്വാസിയെ നേടാൻ ഒരുപക്ഷെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഇത്തരം തിക്ത അനുഭവങ്ങൾ അകത്ത് കയറി കഴിഞ്ഞാൽ അവർ ഉടനെ പറയുമോ പെന്തിക്കോസുകാർ എല്ലാം കള്ളന്മാർ, അങ്ങനെ പറഞ്ഞു കളയും. അങ്ങനെ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. അപ്പം നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ തെറ്റിച്ച് കളയുന്ന ഈ തന്ത്രങ്ങളും ഉപായങ്ങളിലും പെട്ട് നമ്മൾ അറിഞ്ഞ സത്യം വിട്ട് വീണു പോകാൻ ഇടയാകരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം വീണ്ടും 2 പത്രോസ് 3-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരാം. 2 പത്രോസ് 3:17. 3:17 വേഗം വായിച്ച്. എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പൊ വീണ്ടും പറയാ, മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും പറയാ, നിങ്ങൾ ഈ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. കണ്ടോ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവ് വരുന്നു പോന്നു എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ മനക്കോട്ട കെട്ടി ഇരിക്കുന്ന ആളുകളോടാ പറയുന്നത്, ഇല്ല, ആ ദിവസം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ വീണു പോകാൻ സാധ്യതയുള്ള ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വീണു പോകരുത്, മുന്നറിയിപ്പ് തരിക, സൂക്ഷിക്കണം. ഒരു പാട്ട് ഇവിടെ പാടി 2 വരി തെറ്റിപ്പോയാൽ അവർ പറയാൻ സാരമില്ല, അത് അടുത്ത പ്രാവശ്യം പാടി ശരിയാക്കാം. ഒരു പ്രസംഗത്തിൽ 1 വരി തെറ്റിപ്പോയാൽ സാരമില്ല, അടുത്ത പ്രസംഗത്തിൽ ശരിയാക്കാം. കാഹളനാദത്തിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ കർത്താവെ പോയിട്ട് ഒന്നുകൂടെ വാന്ന് പറയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ആ വലിയ നഷ്ടത്തിലേക്ക് നമ്മൾ പതിക്കാതിരിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന മുന്നറിയിപ്പുകളെ തന്നുകൊണ്ടിരിക്കുന്നത്. ആമേൻ. വീണ്ടും പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:2 ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 11:2. അവൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. നോക്ക്, ഈ പൗലോസിന് മാത്രം എന്താ ഇത്ര എരി? ഞങ്ങളെപ്പോലുള്ള ചില ദൈവദാസന്മാരോട്, എണ്ണപ്പെട്ടവരോടൊക്കെ ചിലർ ചോദിക്കുന്നതാ, ഇവിടെ എത്രയോ പാസ്റ്റർമാർ ഉണ്ട്, അവർക്ക് ആർക്കും ഇല്ലാത്ത എരിവ്, നിങ്ങൾക്ക് മാത്രം എന്തിനാ ഇത്രയും ബുദ്ധിമുട്ട്? ശരിയാണ്. പേരിന് പോലും ഒരു സഭ ഇല്ലാതിരുന്ന ദേശത്ത് വന്ന് ഒരു സഭ അവിടെ ഉരുവാക്കിയെടുക്കാൻ അതിൻ്റെ പിന്നിൽ വില കൊടുത്തവർക്ക് എരിയും. മനസ്സിലായോ? അല്ലാത്തവർക്ക് എരിയേണ്ട കാര്യമില്ല. ആമേൻ. താൻ അതിനു വേണ്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകളുടെ നീണ്ട ലിസ്റ്റ് പൗലോസ് ലീഹ എഴുതി വെച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ ചങ്ക് കത്തും. അങ്ങനെയുള്ളവർക്ക് ആ എരിവുണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഒരാത്മാവിനെ നേടാൻ വേണ്ടി, ഒരാത്മാവിനെ വല്ല വിധേനെ നേടാൻ വേണ്ടി റോഡിൽ പോയി നിന്ന് പൊടിയും പുകയും ചീത്തവിളിയും സഹിച്ച്, പരിഹാസം സഹിച്ച്, കണ്ട സുവിശേഷ വിരോധികളുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ച് കവലിൽ നിന്ന് പ്രസംഗിക്കുന്ന ഞങ്ങൾക്കറിയാം ഒരാളെ നേടാൻ കഷ്ടപ്പെടുന്നതിൻ്റെ വേദന. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഒരാൾ തെറ്റിപ്പോകുന്ന കാണുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും. അങ്ങനെ തെറ്റിച്ച് കളയുന്നവന്മാരോട് ആത്മീയ രോഷമുണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? ഈ ജനങ്ങളെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറ്റിക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകും. കാര്യം ഈ ഒരെണ്ണത്തെ നേടാൻ എന്തോരം കഷ്ടം അതിൻ്റെ പിന്നിൽ അവരെ രക്ഷയിലേക്ക് നയിച്ചവർ അനുഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർക്കാണ് എരിയുന്നത്. എത്രയോ ഭാഷന്മാരുണ്ട്, നിങ്ങൾക്ക് മാത്രം ഇത്ര എരിവെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാ? അപ്പോ പൗലോസ് പറയും, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എന്താ അദ്ദേഹത്തിന്റെ എരിയുടെ കാരണം? അടുത്ത വാക്ക്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളനാദത്തിങ്കൽ നിങ്ങളെ എന്ത് ചെയ്യണം? നിങ്ങളെ അദ്ദേഹത്തിന്റെ എരിവിന്റെ ഒറ്റ കാരണം നിങ്ങൾ ഇപ്പൊ ഇടുന്ന സ്വോത്രകാഴ്ചയുടെ തൂക്കം കുറവാണെന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ എരിവ്. നിങ്ങൾ ഇപ്പൊ ഇടുന്നത് അത്ര പോരാ. പണ്ടൊരുത്തൻ പറഞ്ഞ പോലെ പിച്ചക്കാശ് കൊണ്ട് ഇപ്പം കോടികളുടെ ആസ്തി ഉണ്ടാക്കി. മനസ്സിലായോ? പക്ഷെ വന്ന വഴി മറന്നിട്ട് പബ്ലിക്കായി പ്രസംഗിക്കുക. ഈ മുഷിഞ്ഞ നോട്ടുകൾ പിച്ചക്കാശ് കൊണ്ടുവന്നിട്ട് എൻ്റെ മോൻ പറയും, അത് തേപ്പോട്ടി വെച്ചു എന്ത് ചെയ്യാ തേച്ചോ, അത് നൂത്തൊക്കെ എടുത്ത് മടുത്തു ഡാഡി. മനസ്സിലായോ? ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടതാ കണ്ടതാ. ഞാൻ പറയുന്നത്, ഈ പിച്ചക്കാശ് എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഈ നാണയത്തുട്ടുകളൊക്കെ കൊണ്ടാ ഇവരെല്ലാം തുടങ്ങിയത്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ വെറും ഒരു പരിഹാസമായി മാറിപ്പോവുക. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പൗലോസ് ലീഹായുടെ എരിവിൻ്റെ ആ ഉള്ളിലെ വേദനയുടെ കാരണം നിങ്ങളിപ്പോൾ കൃത്യമായി ദശാംശം തരുന്നില്ലെന്നോ സ്വോത്രകാഴ്ച ഇടുന്നില്ലെന്നോ തന്നത് കുറഞ്ഞു പോയെന്നുള്ള വേദനയൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നില്ലേലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ അധ്വാനിച്ചെന്ത് ചെയ്തോളാം, ജീവിച്ചോളാം, ഞാൻ കൂടാരപ്പണി ചെയ്തോളാം, ഞാൻ ജീവിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്, കർത്താവിൻ്റെ വരവിൽ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കണം. അതാണ് എൻ്റെ എരിവിൻ്റെ കാരണം. കറയും ചുളുക്കവും വാട്ടവും മാലിന്യവും ഒന്നും ഇല്ലാത്ത ഒരു നിർമ്മല കന്യകയായിട്ട് വേണം നിങ്ങളെ കാഹളനാഥത്തെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. ആ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ എരിവിൻ്റെ കാരണം. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ കൊരിന്ത് സഭയ്ക്ക് പറയാം, പൗലോസേ അങ്ങ് വിഷമിക്കണ്ട, ഞങ്ങൾ അങ്ങനെ നിർമ്മല കന്യകയായിട്ട് നിന്നോളാം, അങ്ങ് വിഷമിക്കണ്ട, എന്തിനാ ഈ ഭാരപ്പെടുന്നത്, സമാധാനമായിട്ടിരിക്കുക എന്ന് പറയാം. പക്ഷെ പൗലോസിനൊരു മറുഭാഗം പറയാനുണ്ട്. എന്താണ് പൗലോസിന്റെ ആദിയുടെ കാരണം? അടുത്ത വാക്ക്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ നിങ്ങൾ ഗൗരവമായി, നിങ്ങൾ എന്താ പറയാ, തലമണ്ട തുറന്നൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാം നിങ്ങളോട്. ആമേ, നോക്കൂ, നിങ്ങളുടെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ച പോലെ നിങ്ങളുടെ മനസ്സ്, ഇവിടെ പൗലോസ് അഡ്രസ് ചെയ്യുന്ന നിങ്ങൾ ആരാന്ന് ചിന്തിക്കണം. കൊരിന്ത് സഭയിലെ വിശ്വാസികളായ വിശുദ്ധന്മാരോടാ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞ് പ്രവചനം പറഞ്ഞ്
സകല കൃപാവരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മനസ്സ്. അങ്ങനെ ചിന്തിച്ചു നോക്കേ, നിങ്ങളുടെ മനസ്സ് ഈ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ? അപ്പൊ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എത്ര കൃപാവരത്തിൽ നിന്നാലും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ പൗലോസിന്റെ ഭയത്തിന് പൗലോസ് ഉപയോഗിച്ച ആ ചിന്തയാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. എന്താ? സർപ്പം ഹൗവയെ ചതിച്ചത് പോലെ. അപ്പൊ ഈ പോലെ എന്ന് പറഞ്ഞ പദം വരുമ്പോൾ അത് സാദൃശ്യപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഉപമയായി വരുമ്പോഴാണ് ഈ പോലെ എന്ന പദം വരുന്നത്. കമ്പയർ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് പോലെ. വേറെ പ്രയോഗങ്ങളുണ്ട്. ഇസ്രായേലെ കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പൊ കുശവനെ ദൈവത്തോടും കളിമണ്ണിനെ ഇസ്രായേലിനോടും കമ്പയർ ചെയ്തിരിക്കുന്നു, ഉപമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ. അപ്പം പരിശുദ്ധാത്മാവ് ഒരു പ്രാവായിട്ട് വന്നെന്നല്ല, പ്രാവെന്ന പോലെ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വെളിയിൽ പ്രാവിരുന്നാൽ ആത്മാവെ അകത്ത് വരാൻ എന്താന്ന് ചോദിക്കാത്തത്. നമുക്ക് ബോധമുള്ളതുകൊണ്ടാണ്. കാര്യം പ്രാവല്ല, പ്രാവെന്ന പോലെ എന്നു അങ്ങനെയുള്ള ഉപമകൾ. അപ്പൊ ഈ ഉപമയെ ഉപമയായി പഠിക്കാതെ അക്ഷരീകമായി വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട്. വലിയ വേദനയാണ്. ഒരു ഉപമയായിട്ട് എഴുതിയിരിക്കുക, ഉടനെ അതെടുത്ത് പാട്ടാക്കി കളയും. തീയോട് ഉപമിച്ചു, അതുകൊണ്ട് തീ പോലെ എന്നൊക്കെ പാടുന്ന ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ പാട്ടെഴുത്തുകാരൊക്കെ പല വാക്യങ്ങളും കാണരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇസ്രായേലെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ മറയ്ക്കുന്ന പോലെ പലവട്ടം നിന്നെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ? ഈ വാക്യം എങ്ങാണം പാട്ടെഴുത്തുകാർ കണ്ടാലോ? അടുത്ത പാട്ട്, പിതാവായ ദൈവത്തെ എന്തിനോട് ഉപമിച്ചേക്കുന്നേ? കോഴിയോട്. അപ്പൊ അടുത്ത പാട്ട് എഴുതിക്കൂടെ? കോഴി പോലെ ഇറങ്ങണമേ, ചുണ്ടും കൊണ്ട് കൊത്തേണമേ. അങ്ങനെയൊക്കെ പാടിയാലും നിങ്ങൾ തുള്ളും. കാര്യം നമുക്കൊരു ഇങ്ങനൊരു ത്രില്ലായതൊക്കെ, വചനാടിസ്ഥാനമൊന്നുമില്ല. ഇപ്പൊ രാവിലെ ഒരുത്തർ ഉറക്കം എഴുന്നേക്കുമ്പോൾ അവൻ ഉറക്കപ്പിച്ച് തോന്നുകയാണ് എന്ത്? പാട്ട്. കേട്ടോ, ഒരുത്തർ എഴുന്നേറ്റ് എന്തൊരു പറയാ, എന്നാ പറയാന, എന്തൊരു ചെയ്യാന. പണ്ടേ ഞാനൊരു തല്ലിപ്പൊളിയാ, അവനാ ഇപ്പൊ ടോപ്പ് വർഷിപ്പ് ലീഡർ. ഉറക്കപ്പിച്ചിൽ എഴുതുന്നതൊക്കെ അങ്ങ് നമുക്കൊരു ട്രെൻഡാണ് ഇപ്പോൾ ഇത്. ദൈവവചനത്തിന്റെ പഥ്യോപദേശമൊന്നും നമുക്ക് വിഷയമില്ല. ദൈവദാസന്മാരോട് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഒരു പാട്ടെഴുതുന്നതിന് വേദപുസ്തകത്തിൽ പ്രമാണമില്ലേ? പക്ഷേ ഉണ്ട്. ആവർത്തന പുസ്തകത്തിൽ മോശയോട് ദൈവം പറയുന്നുണ്ട്, ആമേ, യഹോവയായ ദൈവം ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ തലമുറയ്ക്ക് നീ വായ്പാഠമാക്കി കൊടുക്കണം. അത് അവരുടെ നാവിൽ ഒരു പാട്ടായിരിക്കണം. അപ്പൊ പാട്ട് എന്തായിരിക്കണം? യഹോവയായ ദൈവത്തിന്റെ കൽപ്പനയായിരിക്കണം, വചനമായിരിക്കണം. അത് പഴയ നിയമം. പുതിയ നിയമത്തിൽ കൊലോസ്യ ലേഖനത്തിൽ എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പറ ആ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചുവെന്നാണ് വാക്യം. നിങ്ങളടുത്ത് പരിശോധിക്കണം ഇതൊക്കെ. ആത്മീയ ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും. അപ്പം ഈ സ്തുതികളും സങ്കീർത്തനങ്ങളും ആത്മീയ ഗീതങ്ങളും എന്തായിരിക്കണം? തമ്മിൽ പഠിപ്പിക്കുന്നതായിരിക്കണം. എന്താണ് പഠിപ്പിക്കുന്നത്? മോശയോട് പറഞ്ഞു എൻ്റെ കൽപ്പന. അപ്പൊ ഒരു പാട്ട് പാടുമ്പോൾ അത് പാടുന്നവർ തമ്മിൽ വചനം പഠിക്കുന്ന അനുഭവമായിരിക്കണം പാട്ട്. മനസ്സിലായോ? ഉദാഹരണം, നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ പറയുക, എടാ ഞാൻ നാളെ ആരാധനയ്ക്ക് വരുമ്പോൾ 84 സങ്കീർത്തനം കാണാതെ പഠിച്ചുകൊണ്ട് വരണം. എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെയുള്ളൊരു ഐക്യം ഉണ്ടാവണമെന്നില്ല. 119 സങ്കീർത്തനവും കാണാതെ പഠിക്കുന്ന പിള്ളേർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പോൾ തന്നെ അതിന് കഴിവില്ലാത്ത കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പൊ 84 സങ്കീർത്തനം കാണാതെ പഠിക്കണമെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിന് ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് അത് കാണാതെ പഠിച്ചുകൊണ്ട് വരാൻ അതിന് പറ്റത്തില്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞിനൊരു പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ മനോഹരം യാഹേ നിന്റെ ആലയം, എന്തൊരാനന്ദം താവപ്രാകാരങ്ങളിൽ. ആ കുഞ്ഞത് പഠിച്ചു. അത് ഏത് പാട്ടാ? ഏത് സങ്കീർത്തനമാണ്? 84 സങ്കീർത്തനം. അപ്പൊ അത് പാട്ടായി പഠിച്ചു. നമ്മൾ സഭയിൽ വന്നത് ഏറ്റുപാടിയപ്പോൾ നമ്മൾ പരസ്പരം 84 സങ്കീർത്തനം പ്രബോധിപ്പിക്കുകയായി, പഠിപ്പിക്കുകയായി. അല്ലേ? ഇതാണ് ചിട്ട. അല്ലാതെ ഉറക്കപ്പിച്ച് ഒരുത്തൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് എന്തൊരു പറയാ, ഇതൊന്നും അല്ല കുഞ്ഞെ പാട്ട്. ഇപ്പൊ നമുക്കിങ്ങനൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ ഋതത്തിനും കീബോർഡിനും അനുസരിച്ച് ചാടാനും തുള്ളാനും ഒരു ട്രെൻഡ്. കാരണം ഇല്ല, പബ്ബിലും ക്ലബിലും പോയി അടിച്ചു പൊളിക്കാൻ പറ്റാതെ ഇങ്ങനെ പിരിമുറുക്കി വീർപ്പ് കെട്ടിയിരിക്കുന്നവർക്ക് അവിടോട്ട് പോകാൻ പറ്റുന്നുമില്ല, ഇവിടോട്ട് ആ സാധനം ഒട്ട് കിട്ടുന്നുമില്ല എന്ന് വരുമ്പം അങ്ങനെ ഒരു മ്യൂസിക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അവർ ഹാപ്പി, നമ്മളും ഹാപ്പി. അടിച്ച് അങ്ങോട്ട് കയറുക. പിന്നെ മറ്റേടത്ത് ഉപയോഗിക്കുന്ന പോലെ ഈ ലൈറ്റൊക്കെ അങ്ങോട്ട് അണച്ചിട്ട് ഇച്ചിരി ലൈറ്റും കൂടെ ഇങ്ങനെ ബ്ലിങ്ക് ഇട്ട് കൊടുത്താൽ പാട്ട് മാത്രം ഇടയ്ക്ക് യേശുവെന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. ബാക്കിയെല്ലാം അപ്പുറത്തെ പോലെ തന്നെ.
അപ്പോൾ പിള്ളേർ ഹാപ്പിയാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് ആഗ്രഹമുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കുന്നു, നമ്മളും സന്തോഷം, അവരും സന്തോഷം, പരിക്കില്ലാതെ അങ്ങ് പോകുന്നു. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കാൻ ആർക്കാ താല്പര്യം? അവസാനത്തെ ദിവസം ആയതുകൊണ്ട് കുഴപ്പമില്ല, സ്തോത്രം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ബൈബിൾ ക്ലാസ് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ ഇത്രയും പേരെ പ്രതീക്ഷിച്ചല്ല കേട്ടോ, സത്യമായിട്ടും. ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഓർത്തു ഈ സൺഡേ ക്ലാസ് VBS പിള്ളേരെ വിടാൻ വരുന്ന അമ്മമാരും പപ്പമാരും ഒക്കെ ആയിട്ട് 10-15 പേര് കാണും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇതൊരു കൺവെൻഷൻ്റെ മൂഡിലാണ് ഈ 3 ദിവസവും പോയത്. ഇത്രയും നിങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും അനുഗ്രഹമായിട്ട് പോയത്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്തേ ഉള്ളൂ, നമ്മുടെ മുമ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇരുന്നവർ നിത്യതയിലെത്തണം, അത്ര മാത്രമേ ഉള്ളൂ. ജഡത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ അനുഗ്രഹത്തിൻ്റെയൊക്കെ എന്തോരം വാക്യങ്ങൾ കിടപ്പുണ്ട്, അതെടുത്തിട്ട് ഇവിടെ കിടന്ന് ചാടി മറിയാൻ അറിയാമേലാഞ്ഞിട്ടോ അബദ്ധം പറ്റിയിട്ടൊന്നുമല്ല, അറിയാം, അതൊക്കെ അറിയാം. തൊണ്ടയ്ക്കകത്ത് വണ്ട് കയറിയ പോലെ ശബ്ദമൊക്കെ മാറ്റി അങ്ങോട്ട് നമുക്കറിയാം. പക്ഷേ അതിലൊന്നും കഥയില്ല, നിങ്ങൾ നിത്യതയിലെത്തണം, അത്ര മാത്രമേ നിർമ്മല മനസാക്ഷി ആഗ്രഹമുള്ളൂ. ഇവിടെ ഈ സീറ്റിലിരിക്കുന്ന ഒരാൾ പോലും കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെടരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്നാണ് പറയുന്നത്. അപ്പം ആ ദൈവസഭയാകുന്ന നിങ്ങളോട്, നിങ്ങളുടെ മനസ്സെന്ന് പറയാൻ പൗലോസ് എടുത്ത സംഭവം എവിടത്തെയാ? ഉൽപ്പത്തിയിലെ സംഭവമാണ്. അപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ, അപ്പൊ സംഭവം അവിടുത്തെയാണ്. ആ ഉൽപ്പത്തി പുസ്തകത്തിൽ ഏദൻ തോട്ടത്തിൽ എന്ത് ഉപായമാണോ അവൻ പ്രയോഗിച്ചത് അതേപോലെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ആ ഉപായത്തിൽ സഭ വീഴാതിരിക്കണമെങ്കിൽ ആ ഉപായം എന്താണെന്ന് സഭ അറിഞ്ഞിരിക്കണ്ടേ? വേണ്ടേ? നമ്മൾ അവൻ്റെ ഈ ഉപായത്തിൽ വീഴാതിരിക്കണമെങ്കിൽ ഉൽപ്പത്തിയിൽ അവൻ പ്രയോഗിച്ച ഉപായം എന്താണെന്ന് സഭയെ പഠിപ്പിക്കണം. എന്താണ് ഉൽപ്പത്തിയിൽ അവൻ പ്രയോഗിച്ച ഉപായം? സിമ്പിളാണ്. എന്താണ്? ദൈവം ഓൾറെഡി അരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടി, ചെയ്തു എന്നല്ല, ചെയ്യാൻ വേണ്ടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇട്ടുകൊടുത്തു. ഇതാണ് അവിടുത്തെ സംഭവിച്ച സൂത്രം, ഉപായം. വാസ്തവമായി ഇത് തിന്നരുതെന്ന് ദൈവം ഇത്ര ചോദിച്ചോളൂ. വേറെ അവിടെ വന്ന് ഔവായുടെ കൊങ്ങായ്ക്ക് പിടിച്ച് ഞെക്കി വല്ലതും ചെയ്തോ? ഒന്നുമില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യം, അതായത് ക്വസ്റ്റ്യൻ മാർക്കുള്ള ഒരു ചോദ്യം ഇട്ട് കൊടുത്തു. വാസ്തവമായി ഇത് തിന്നരുതെന്ന് ദൈവം ഉണ്ടോ? അപ്പൊ കൺഫ്യൂഷനായി. അപ്പൊ ഈ ചോദ്യചിഹ്നമാണ് നമ്മളെ ഇന്നും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യം. അപ്പൊ ഈ ചോദ്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഹവ്വായിക്ക് പറയാൻ പറ്റുമായിരുന്നു, യെസ്, ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. മാത്രല്ല, വെയിലാറുമ്പോൾ ആര് വരും? ഞങ്ങളുടെ ദൈവം വരും. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ച് അത് മനസ്സിലാക്കിക്കൊള്ളാം. തൽക്കാലം ആമേൻ. വേദപുസ്തകത്തിലൊരു പ്രയോഗം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം സൃഷ്ടിച്ച സകല കാട്ടുജന്തുക്കളിലും പാമ്പ് കൗശലമേറിയവൻ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, പാമ്പ് ഏത് ജന്തു? കാട്ടുജന്തു. പെണ്ണും ചെറുക്കനും കാട്ടിലാണോ തോട്ടത്തിലാണോ? തോട്ടത്തിൽ. ഇപ്പൊ കാട്ടുജന്തു എവിടെ കയറി? എന്താ ഈ തോട്ടം? ഉത്തമഗീതം 4:12, എന്റെ കാന്ത കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടം. ദൈവസഭയ്ക്ക് നിഴലായി നിൽക്കുന്ന തോട്ടം, അവിടുത്തെ ഇടയന് നിഴലായി നിൽക്കുന്ന ആദം, മണവാട്ടി സഭയ്ക്ക് നിഴലായി നിൽക്കുന്ന ഹവ്വ. മനസ്സിലാക്കിക്കോണം. അപ്പൊ മണവാട്ടിയെ തെറ്റിക്കാൻ ഇപ്പൊ കാട്ടുജന്തു എവിടെ കയറി? തോട്ടത്തിൽ കയറി. ഇവിടെ ഒരു പരാജയം സംഭവിച്ചു. എന്താ പരാജയം? ഈ തോട്ടത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ഇടയന് നിഴലായി നിൽക്കുന്നവന് 2 ഉത്തരവാദിത്വം ദൈവം കൊടുത്തായിരുന്നു. ഒന്ന്, തോട്ടത്തിൽ വേല ചെയ്യണം. 2, തോട്ടം കാക്കണം. നിങ്ങൾക്ക് പിടി കിട്ടിയോ? അപ്പൊ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ഇടയന്മാർക്ക് പ്രധാനപ്പെട്ട 2 ഉത്തരവാദിത്വം ഉണ്ട്. ഒന്ന്, വേല ചെയ്യണം. മനസ്സിലായോ? സ്തോത്ര കാഴ്ച മാത്രം മേടിച്ചോണ്ടിരുന്ന ഒക്കത്തില്ല, വേല ചെയ്യണം. സ്തോത്രം. 2, അതവിടെ നിൽക്കട്ടെ. വേലത്തിലും ഒക്കെ ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. അടുത്തത്, തോട്ടം കാക്കണം. ഓരോ ശുശ്രൂഷകന്മാരും ആരായിരിക്കണം? കാവൽക്കാരായിരിക്കണം. എന്റെ ചോദ്യം, കാട്ടുജന്തു തോട്ടത്തിൽ കയറി മണവാട്ടിയോട് കൊച്ചു വർത്താനം പറഞ്ഞ് തെറ്റിച്ചപ്പോൾ കാവൽക്കാരൻ എവിടെ പോയി? അപ്പൊ ഇടയന്മാരാദ്യം അറിയണം, കാവൽക്കാരൻ സ്ട്രോങ് അല്ലെങ്കിൽ സകല കാട്ടുജന്തുവും തോട്ടത്തിന്റെ അകത്ത് കയറും.
കാട്ടുജന്തു തോട്ടത്തിൽ കയറി മണവാട്ടിയെ വഞ്ചിക്കാതിരിക്കണമെങ്കിൽ ഇടയന്മാർ ഡബിൾ സ്ട്രോങ് ആയിരിക്കണം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് എനിക്ക് പൗലോസ് പറഞ്ഞൊരു വാക്ക്, എനിക്ക് രോമാഞ്ചം വരുന്നൊരു വാക്കുണ്ട് ബൈബിളിൽ. അപ്പോസ്തല പ്രവൃത്തി 20:28 പറഞ്ഞു, ആമേൻ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. 28, 29 താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആമേൻ, അല്ലേ? അപ്പോ അവിടെ പൗലോസ് പറഞ്ഞ ആ ഒരു പദം എനിക്ക് രോമാഞ്ചമാ. എന്താ? ഞാൻ പോയ ശേഷം എന്ന പദം. അതാണ്. ആമേൻ. ഈ ഒരു ആണത്വം, ഈ ഒരു ധൈര്യം, ഈ ഒരു തീരുമാനം ശുശ്രൂഷകന്മാരെടുത്തിരുന്നെങ്കിലോ? ആമേൻ. ഞാൻ ഇവിടെ ഇരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് കയറ്റിയല്ല. ഞാൻ പോയ ശേഷം നിങ്ങൾ ആരെ വിളിച്ചു തുള്ളിക്കോ, കവന്ന് വീഴുവോ, മറിഞ്ഞു വീഴുവോ, കുരയ്ക്കോ, ഛർദിക്കോ, ചുമയ്ക്കോ, ചിരിക്കോ, എന്ത് കൂത്ത് വേണമെങ്കിലും കാണിച്ചോ. പക്ഷേ ഞാൻ ഈ സഭയിൽ ചാർജിലിരിക്കുന്ന കാലത്തോളം വചനം വിട്ട് നടക്കുന്ന ഒരെണ്ണത്തെ ഇതിൻ്റെ അകത്ത് ഞാൻ കയറ്റുകയില്ലാന്ന് ഓരോ ദൈവദാസന്മാരും തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് പെന്തക്കോസ്ത് സമൂഹം ഈ വലിയ വിപത്തിലൂടെ കടന്നു പോകത്തില്ലായിരുന്നു. മനസ്സിലായോ? പക്ഷെ പകരം ദൈവദാസന്മാർ തീരുമാനിക്കുന്നത് ഞങ്ങളെപ്പോലെ പറയുന്നവരെ ഒന്നും വിളിക്കരുതെന്നാണ്. മനസ്സിലാകുന്നില്ലേ? പരാജയം സംഭവിച്ചു പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ, വിളിക്കണ്ട, നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ പറയില്ല. കാരണം നിങ്ങൾക്ക് പറയാൻ ഒക്കാത്ത ഞെരുക്കത്തിലൂടെ നിങ്ങൾ പോകുന്നത്. രണ്ടിനും വയ്യ. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്കൊട്ട് പറയാൻ വയ്യ. എന്നാൽ പറയുന്നവരെ ദൈവം അയക്കുമ്പോൾ അത് പറയാൻ അനുവദിക്ക്, അതും ചെയ്യുകയില്ല. ഇവിടെയാണ് സഭ വഞ്ചിക്കപ്പെടുന്നത്. അപ്പൊ സർപ്പം ഉപായത്താൽ ചതിച്ച പോലെ. അപ്പൊ ഉപായം എന്താണെന്ന് പറഞ്ഞു തരിക. അപ്പൊ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യം വന്നപ്പോൾ ആ മണവാട്ടിക്ക് പറയാം, ദൈവം അത് പറഞ്ഞിട്ടുണ്ട്, വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സംശയം വല്ലതും ഉണ്ട്, വെയിലാറുമ്പോൾ വരും, ഞങ്ങൾ ദൈവത്തോട് ചോദിച്ച് അത് പഠിച്ചോളാം. തൽക്കാലം ചേട്ടൻ കാട്ടിലെ കാര്യം നോക്കിയാൽ മതി, തോട്ടത്തിലെ കാര്യം ഞങ്ങൾ തോട്ടത്തിലെ കാര്യത്തിൽ ഇടപെടാൻ തൽക്കാലം കാട്ടുമൃഗം വേണ്ട, ചേട്ടൻ്റെ കാര്യം നോക്കെന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളുമായോ നമ്മുടെ തലയ്ക്കകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയങ്ങളുമായോ ഒരു പ്രസംഗം ഒരു ചിന്ത മീഡിയയിലൂടെയോ നേരിട്ടോ നമ്മുടെ തലച്ചോറിലേക്ക് വന്നാൽ അത് തലയ്ക്കകത്ത് കയറ്റാതെ ആ വിഷയം ഞങ്ങളുടെ ശുശ്രൂഷകനോട് ചോദിച്ച്, ഞങ്ങളുടെ ദൈവദാസന്മാരോട് ചോദിച്ച് പഠിച്ച് ഞങ്ങളത് ക്രമീകരിച്ചോളാം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. പക്ഷെ അവയ്ക്ക് പറ്റിയ എന്താ അബദ്ധം? ദൈവത്തോട് ചോദിച്ചു പഠിക്കാം എന്ന് പറഞ്ഞ് ഇവനെ ഓടിക്കേണ്ടതിന് പകരം ഇവന്റെ വ്യാഖ്യാനം ഒന്ന് കേൾക്കാൻ വേണ്ടി 10 മിനിറ്റ് ചെവി കൊടുത്തു. 10 മിനിറ്റ് ഇവന്റെ ഇനി പറയുന്നത് അവന്റെ വ്യാഖ്യാനം എന്താ? അവൻ ഉടനെ പറഞ്ഞു, ഓ നിങ്ങൾ മരിക്കയില്ല. പറയാ അവന്റെ വ്യാഖ്യാനം മനസ്സിലാവുന്നോ നിങ്ങൾക്ക്? ഓ നിങ്ങൾ മരിക്കത്തില്ല. അമ്മാമ്മയുടെ കണ്ണ് തുറക്കാൻ പോവാ. ഇങ്ങനെയല്ലേ ഇപ്പോഴും പറയുന്നത്? ആ പഴയ പാമ്പിന്റെ പുതിയ വേർഷനാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണ് ഇപ്പൊ തന്നെ തുറക്കും. എന്തിനാ ഇവന്മാരിങ്ങനെ എരിയുന്നതെന്ന് എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. പേ പിടിച്ച പോലെ കിടന്ന് കാണിക്കുക. എന്നിട്ട് പറയാം, കണ്ണ് ഇപ്പൊ തന്നെ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഒരുത്തം വന്നിട്ട് ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുക, പിന്നെ നിന്റെ ഏത് ചെവിയാ കേൾക്കാത്തത്? പിന്നെ പെണ്ണ് പറയാ, 2 ചെവി. മനസ്സിലായില്ല? അത് ഉടനെ അത് മർത്തോമക്കാരെടുത്തോണ്ട് പോയി അവരുടെ ഗ്രൂപ്പിൻ്റെ അകത്തിട്ട് പെന്തോ മണ്ടം പെന്തോ എന്ന് പറഞ്ഞ് അങ്ങ് ട്രോൾ. എന്തിനാ ഇതിന് വഴിയൊരുക്കുന്നത്? സഹോദരിയുടെ 2 ചെവിക്കും കേൾക്കത്തില്ല. 2 ചെവിക്കും കേൾക്കത്തില്ലേ? ഇല്ല ഭാഷ, 2 ചെവിയും കേൾക്കുന്നില്ല. ഇപ്പൊ തുറക്കാൻ പോവാന്ന്. എന്താ ഇതിനൊക്കെ പറയുക? സ്തോത്രം അല്ലേ? ഞാൻ പറഞ്ഞ ഇത് പൊതുജനത്തിന്റെ മുമ്പിൽ കർത്താവിനെ വളരെ വികലമായി അവതരിപ്പിക്കുക. പക്ഷെ എന്നിട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ എന്തോരോ ആളുകളാ കൈയടിക്കാൻ നിൽക്കണേ. നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഒരുത്തൻ പറഞ്ഞു, സഹോദരി ഇവിടെ ഒരു വേദനയുണ്ട്, ഇവിടെ ഒരു വേദനയുണ്ട് ഉണ്ട്, സഹോദരിയുടെ യൂട്രസ് എനിക്ക് കാണാം. പറഞ്ഞതാ,
സത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ കയ്യിലുണ്ട് വീഡിയോ. നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞാൽ അവിടെ വന്നാൽ ഞാൻ അയച്ചു തരാം, എനിക്ക് കാണാം. എന്നിട്ട് പറയാണ്, ഇവിടെ ഒരു മുഴയുണ്ട്, ആണ്ട ആ ബാത്റൂമിൽ പോയി തപ്പി നോക്കിയേച്ച് വരാൻ. ഇതൊക്കെ എന്ത് പൊതു മീഡിയ ലൈവിലാണ് ഇതൊക്കെ പറയുന്നതെന്ന് ഓർക്കണം. ഇത് ഉടനെ അവിടുന്ന് മാന്തി എടുത്തുകൊണ്ട് അപ്പുറം കൊണ്ടിട്ട് അലക്ക് കാണണ്ട, പെന്തോ ഇങ്ങനെ പെന്തോ. സത്യത്തിൽ ഇവന്മാർ ബന്ധക്കോസുമായിട്ട് ഒരു ബന്ധവും. അപ്പൊ ഇത് പൊതുവിലാണ് ഇതൊക്കെ വരുന്നേ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇവരുടെ വ്യാഖ്യാനം കേൾക്കാൻ അവ ഇരുന്ന് കൊടുക്കുക എന്ന് പറയാ, ഓ അമ്മാമ്മയുടെ കണ്ണ് തുറക്കും, പിന്നെ നിങ്ങൾ മരിക്കത്തില്ല നിശ്ചയം. ഒന്നുകൂടെ കയറ്റി പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെ. അതുകൂടെ കേട്ടപ്പോൾ അവ അമ്മച്ചു, ഞാനില്ല കരുനാപ്പള്ളിയിൽ അമ്മച്ചിയെ പോലെ ഒരാൾ ദൈവം. അങ്ങനെയൊക്കെ ചിന്ത അകത്തോട്ട് അങ്ങോട്ട് കയറി അരുത് എന്ന് ദൈവം പറഞ്ഞത് ഇവർ ചെയ്തു. അവിടെയാണ് ചതി പറ്റിയത്. ദൈവമക്കളെ, ആമേൻ, വചനത്തിന് വിരുദ്ധമായ തലയ്ക്കകത്ത് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പറയുന്ന ആളുടെ വ്യാഖ്യാനം കേൾക്കാൻ പിന്നെ നിങ്ങളത് തുറന്നു വെച്ച് അതിൻ്റെ മുമ്പിൽ ഇരിക്കരുത്. നിങ്ങൾക്കൊരു ചിന്ത കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഇന്ന് വരെ നിങ്ങൾ അടിസ്ഥാനപരമായി പഠിച്ച വിഷയത്തിൽ നിന്ന് മാറിയാണ് ഈ പ്രസംഗകൻ സംസാരിക്കാൻ തുടങ്ങുന്നതെന്ന് കണ്ടാൽ പിന്നെ അയാളുടെ വ്യാഖ്യാനം കേൾക്കാൻ വേണ്ടി നിങ്ങൾ ആ മീഡിയ തുറന്നു വെക്കരുത്. നിങ്ങൾ വഞ്ചിക്കപ്പെടും, നിങ്ങൾ ചതിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അത് സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും തല കയറിയാൽ നിങ്ങൾ അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദൈവദാസനെ സമീപിക്കുക. പക്ഷേ എനിക്ക് ഇന്ന വിഷയത്തിലൊരു ഡൗട്ട് ഉണ്ടെന്ന് ക്ലിയർ ചെയ്ത് തരണം. ക്ലിയർ ചെയ്ത് കൊടുക്കണം ദൈവദാസന്മാർ. ഇല്ലെങ്കിലുള്ള അബദ്ധം ഞാൻ പറയാം. നിങ്ങളുടെ മക്കളുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ക്യാമ്പസുകളിൽ നമ്മളൊക്കെ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയായ പ്രവർത്തനം മറ്റവർ നടത്തുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. നമുക്കിപ്പോൾ പ്രവർത്തനമൊന്നും ഇല്ലല്ലോ. പണ്ട് ക്യാമ്പസ് ക്രൂസ് അടങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ചുരുങ്ങി. മനസ്സിലാക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുന്നിലല്ല അധികകാലം ജീവിക്കുന്നത്. അവർ പഠിക്കുന്നിടങ്ങളിൽ ക്യാമ്പസുകളിൽ അവരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളുമായി നമ്മുടെക്കാൾ നല്ല നിലയിലുള്ള പ്രവർത്തനം അവരുടെ ഇടയിൽ നടത്തുന്നുണ്ട്. ഇനി നാട്ടിലെ മലയാളത്തിലെ നാട്ടുഭാഷ പറഞ്ഞാൽ ലവ് ജിഹാദ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതൊന്നും ചുമ്മാ പറയുന്നതല്ല, 100% നടക്കുന്നുണ്ട്. ഇന്ന് പന്തക്കോ സമൂഹത്തിനെതിരെ, ബൈബിളിനെതിരെ, യേശുവിനെതിരെ മീഡിയകളിൽ ശക്തമായി സംസാരിക്കുന്ന ഒരു ഇസ്ലാം പ്രവർത്തകനുണ്ട്, മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇനി ഇത് പോയി തപ്പി നോക്കാനൊന്നും നിൽക്കരുത്, ഇനി ആരാന്നറിയാം. ഇത് പറയുന്നത് ഒരു ചിന്ത മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പോയിരുന്ന് തപ്പി നോക്കരുത്. അങ്ങനെ ഒരു ഉണ്ട്. ഇവൻ ആരാ? പത്തനംതിട്ട ചർച്ച് ഓഫ് ഗോഡിലെ വിശ്വാസിയായിരുന്നു ലാസർ യോഹന്നാൻ. ഇന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ശക്തമായി മീഡിയയിൽ ഇരുന്നുകൊണ്ട് യേശു ക്രിസ്തുവിനും ബൈബിളിനും എതിരെ സംസാരിക്കുകയാണ്. അയാളുടെ ടെസ്റ്റ് മണി കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അയാൾ എങ്ങനെ പോയി? അയാൾ പഠിച്ച ക്യാമ്പസുകളിൽ വന്നിട്ട് ഈ പ്രവർത്തകർ വന്ന് ചോദിച്ചു ആ ചെറുപ്പക്കാരനോട്, യേശു ഞാൻ ദൈവമാണ്, എന്നെ ആരാധിക്കണമെന്ന് നേരിട്ട് പറഞ്ഞ ഒരു വചനം ബൈബിളിലുണ്ടോ? നിങ്ങൾ 3 ദൈവവും ഒന്നാണെന്ന് സ്ഥാപിക്കുന്ന തൃത്വം എന്ന് പറഞ്ഞൊരു വാക്ക് ബൈബിളിലുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ അന്ന് ആയിരുന്ന സഭയിലെ പാസ്റ്ററോട് വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ, കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്നവന്മാർ ഇങ്ങനെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, അപ്പം എനിക്കതിന് മറുപടി പറയണം, നാണക്കേടാ. പിള്ളേർ യൂത്തല്ലേ, അപ്പം അവർ ബൈബിള് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടൊരു കുഞ്ഞ് വരിക. ഉടനെ ഇയാൾ എന്ത് പറഞ്ഞു? ഈ അന്ധകാര ശക്തികളുടെ മണ്ഡലത്തിലൊന്നും കൊണ്ട് തല വെച്ചു കൊടുക്കുക, ഫൽസിക്കണമെന്ന്. പൊട്ടനെ അറിയത്തില്ല പറഞ്ഞു കൊടുക്കുക, എന്നാൽ ഇവൻ അറിയുന്നവരെ കൊണ്ട് പറഞ്ഞു കൊടുപ്പിക്കണ്ടേ? കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് വചനത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ അറിയുന്നവരെ കൊണ്ട് അവരോട് സംസാരിപ്പിക്കണം. അത് നിമിത്തം ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒന്നാണ് നമുക്കെതിരെ ശക്തമായി നിന്നുകൊണ്ട് ഇന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതൊന്നും നമുക്ക് നമ്മുടെ പിള്ളേരെന്ന് പറയുമ്പോൾ ഇപ്പം ഇവിടെ എല്ലാവരും പറയും, ചിലർ പറയും പിന്നെ അമേരിക്കയിലെ പിള്ളേരെല്ലാം വഷളാന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പറയുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനല്ല തോന്നിയിട്ടുള്ളത്. ഞാൻ തുറന്നു പറയാം, എൻ്റെ കാഴ്ചപ്പാട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഗുണം ഞാൻ പറയാം. ഇവിടുത്തെ കുഞ്ഞുങ്ങളിൽ ഞാൻ കണ്ടൊരു ഗുണം പറയാം. നമ്മൾ ആരാധനയ്ക്ക് പോകാതെ ബൈബിൾ കൊടുത്തല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി ചാടി കയറി പോയിട്ട് ക്രിക്കറ്റ് കളിയും കണ്ട് സ്റ്റേഡിയത്തിൽ പോയി ഇരുന്നേച്ച്, നീ ഇന്ന് ചർച്ചിൽ പോയില്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഞാൻ ഇന്ന് അവിടെ അല്ല പോയ, അപ്പുറത്തെ ചർച്ചിൽ പോയെന്ന് നമ്മൾ പറയും മലയാളികൾ. ഇവിടുത്തെ പിള്ളേരോട് അവർ ഫുട്ബോൾ കളിക്കാൻ പോയത്, നിങ്ങൾ എവിടെ പോയിരുന്നു ചോദിക്കാൻ പറയും, ഞങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. നിങ്ങൾ ആരാധനയ്ക്ക് പോയി? ഇല്ല, ഞങ്ങൾ കളിക്കാൻ പോയിരുന്നു. സോ വാട്ട്? അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവർ കള്ളം പറയത്തില്ല. നിങ്ങൾ ചോദിക്കുക എവിടെ പോയിരുന്നു, അവർ പറഞ്ഞു ഞങ്ങൾ ഇന്നടുത്താ പോയെന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾ ഇന്നടുത്ത് പോയി. സോ വാട്ട്? എന്താ പ്രശ്നം? എന്താ?
അപ്പൊ കൃത്യമായിട്ട് ഇടപെടുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് അവരെ കൃത്യമായി പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ ദൈവകൃപയിൽ നിൽക്കും. പക്ഷെ നമ്മുടെ വിചാരമാ, നമ്മുടെ ബുദ്ധിയാ നമ്മളെ ഭരിക്കുന്നത്. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല, അങ്ങനെയൊന്നും ഇവരോട് പറഞ്ഞാൽ ശരി. അത് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണമാണ്. അത് അല്ല, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മൾ പ്രസംഗിക്കുന്ന പറയുന്ന ജ്ഞാനത്തിന്റെ വാക്കുകൾ കൊണ്ടൊന്നും അല്ല ഒരു വ്യക്തി ദൈവകൃപയിൽ നിൽക്കുന്നത്. അവനിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചോളും. പക്ഷെ നമ്മൾ പറയണം, നമ്മൾ പഠിപ്പിക്കണം. അപ്പൊ സർപ്പം ഔവ്വയെ ഉപായത്താൽ ചതിക്കാൻ കാരണം എന്താ? കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അതേ ഉപായമല്ലേ ദൈവമക്കളെ 2024 ഇന്നും ഈ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ മീഡിയയിലൂടെയും മൊബൈലിലൂടെയും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരികയാണ് ഇവൻ ചെയ്യുന്നത്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകരുത്. അതുകൊണ്ട് പൗലോസ് ഭയമുണ്ടായി. പൗലോസിന് ഇങ്ങനെ ഭയം വേറെ പല കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചേ. 11-ാം വാക്യം 11. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പം ഗലാത്യ സഭയിലെ വിശുദ്ധന്മാരെ കുറിച്ചും പൗലോസിന് എന്തുണ്ടായി? ഭയമുണ്ടായി. ആ ഭയത്തിന്റെ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങോ? പിണങ്ങിയാൽ ഇന്നല്ലേ ഉള്ളൂ, നാളെ ഞാനില്ലല്ലോ. അപ്പൊ നമുക്ക് വായിക്കാം. 8-ാം വാക്യം മുതൽ വായി. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ശരിയാ, നമ്മൾ ദൈവത്തെ അറിയാത്തൊരു കാലം കണ്ടതിനെയും കേട്ടതിനെയും മാതാപിതാക്കൾ പഠിപ്പിച്ചതിനെയൊക്കെ നമ്മൾ ദൈവം എന്ന് വിളിച്ച് ജീവിച്ചു. ഓക്കെ, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കെടുന്നില്ല. അടുത്ത വാക്കോ? ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. ഇപ്പൊ നമ്മൾ ആരെ അറിഞ്ഞു? ദൈവത്തെ അറിഞ്ഞു. അടുത്ത വാക്കാണ് പ്രത്യേകത. വിശേഷാൽ ദൈവം നിങ്ങളെ. എന്റെ ദൈവമേ, ആരാധിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? വിശേഷാൽ ദൈവം. ആ വാക്കൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഏതാണ്ട് ഒരു പഞ്ചായത്തിന്റെ കോണിൽ ഏതോ മൂലെ കിടന്ന നമ്മളെയൊക്കെ സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു ഇരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രമായ പഴയ പരിപാടിയിലേക്ക് തിരിഞ്ഞ് അടിമപ്പെടുവാണോ എന്ന് പൗലോസ് ഗലാത്യ സഭയോട് ചോദിച്ചു. അയ്യോ പൊന്നു എൻ്റെ പൗലോസ് ഭാഷയെ, ഞങ്ങൾ പഴയതിലൊന്നും പോകുന്നവരല്ല എൻ്റെ പൊന്നു ഭാഷയെ, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയുന്നേ എന്ന് ചോദിച്ചെന്നിരിക്കട്ടെ. പൗലോസ് പറയുന്ന മറുപടി എന്തായിരിക്കും? അടുത്ത വാക്യം. അവയ്ക്ക് പുതുതായി അടിമപ്പെടാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? അടുത്ത വാക്ക്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇനി എന്നെ നോക്കി, നമ്മളെ ഓർത്ത് ഇങ്ങനൊരു ഭയം ഉണ്ടോ പൗലോസിനോ ദൈവത്തിനോ? ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്ന പരിപാടി നിങ്ങൾ ഇതുവരെ വിട്ട് കളഞ്ഞിട്ടില്ലേ? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, ദൈവം നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾ അകത്ത് വന്നു, എന്നിട്ട് ഈ പരിപാടി ഒന്നും വിടാറായില്ലേ എന്ന് പൗലോസ് ചോദിക്കുക. നമ്മളോട് ചോദിച്ചാലോ? ഒന്നാമത്തെ ദിവസങ്ങൾ. നമുക്ക് ദിവസങ്ങള് ബർത്ത്ഡേ, ആനിവേഴ്സറി ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ചിൽഡ്രൻസ് ഡേ, പിന്നെ ഇപ്പം വാലന്റൈൻസ് ഡേ, എല്ലാ ഡേയും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇത് പ്രസംഗിച്ചു, നിങ്ങൾ കേട്ടു, ആമേൻ പറഞ്ഞു, തിരുത്തപ്പെടുവോ? അടുത്ത ആഴ്ച ഫാദേഴ്സ് ഡേ ആണ്, അച്ഛന്മാരെല്ലാം മുണ്ടെടുത്തോണ്ട് വരണം. മദേഴ്സ് ഡേ ആണ്, സെറ്റ് സാരി. ഇതൊക്കെ എവിടുന്നാ കയറിയ സഭയ്ക്കകത്ത്? നിങ്ങളൊന്ന് പറഞ്ഞതാ എനിക്ക്. ആമേൻ. ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും, മാസങ്ങളുടെ കാര്യം പിന്നെ പറയണ്ട, നമ്മുടെ യോഗത്തിന്റെ പേര് തന്നെ മാസയോഗം. പ്രൈസല്ലോ. അപ്പൊ നിങ്ങൾ ഇരുന്ന് തപ്പുക? അല്ലല്ല, അതിന് വേറെ ഏതോ ഒരു വാക്യം ഉണ്ട്. വാക്യം നമ്മൾ തപ്പി എടുക്കുമല്ലോ. നിങ്ങൾ തപ്പി കൊഴയണ്ട, ഞാൻ പറയാം. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, ദിവസത്തെ മാനിക്കുന്നവൻ ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു. അതും ഈ വാക്യം തമ്മിൽ അത് അപ്പൊ പിന്നെ അങ്ങനെ എഴുതിയ ഒരു കോൺട്രഡിക്ഷനും ഇല്ല. ആദരിക്കുന്നത് വേറെ, ആചരിക്കുന്നത് വേറെ. ആദരിക്കുക അർത്ഥം ബഹുമാനിക്കുക. ദൈവം സൃഷ്ടിച്ച എല്ലാ ദിവസവും നല്ലതെന്ന് ദൈവം കണ്ടു. എല്ലാ ദിവസത്തെയും നമ്മൾ ആദരിക്കുന്നു, ഒരു ദിവസത്തെ മോശമായി കാണുന്നില്ല. പക്ഷെ ആചരണം ദൈവസഭയ്ക്കില്ല. ഒരാചരണവും ആചാരവും ദൈവസഭയ്ക്കില്ല. ഇവിടെ ആചരിക്കുന്നു, പ്രമാണിക്കുന്നു. അതിനെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ല. അപ്പൊ ദിവസങ്ങള്, പെന്തക്കോസുകാരനാ വിശ്വാസത്തിൽ വന്നു അന്യഭാഷയും പറയും, പക്ഷേ ഇടയ്ക്കൊരു മെസ്സേജ് നമുക്കിടും, ഹാപ്പി ഓണം, ഹാപ്പി ഓണം.
ഒരുത്തൻ എനിക്ക് അയച്ചു ഹാപ്പി ഓണം. ഞാൻ തിരിച്ചു വിട്ടു, ഞാൻ കാത്തിരിക്കുന്നത് പാതാളത്തിൽ നിന്ന് വരുന്നവനെ അല്ല, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനെയാണ്. പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ അല്ല ഞാൻ കാത്തിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആമേ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതല്, കുറുകിഞ്ഞിറങ്ങി കാത്തിരിക്കുന്ന ഗുരുപ്രാവിനെ പോലെ കാത്തിരിക്കുന്നത് പാതാളത്തിൽ നിന്ന് കയറി വരുന്നവനെ സ്മരിക്കാനല്ല, ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കർത്താവിന്റെ കാഹളനാഥത്തിനായിട്ടാണ് ദൈവസഭ കാതോർത്തിരിക്കുന്നത്. ഹാപ്പി ഓണം. സ്തോത്രം. അല്ല, എനിക്ക് അറിയാൻ മേലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞതാ. നമ്മൾ ഡിസംബർ 25-ന് പിന്നെ പാസ്റ്റർ വഴി പോകുമ്പോൾ തോമസ് എന്ന് പറയുന്ന ഒരു കത്തോലിക്കനെ കണ്ടു. തോമസ്, നീ എവിടെ പോവാ? കൈ മെഴുകുതിരി ഇരിപ്പുണ്ട്. ഇന്ന് ക്രിസ്മസ് അല്ലേ പാസ്റ്ററെ, ഞാൻ പള്ളിയിൽ പോവാന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു തോമസ്, ഒരു 10 മിനിറ്റ് എനിക്ക് താടാ. എന്നാ ഞാൻ പറയണമെന്ന് കേക്ക്. എന്നാ പറ. എടാ, ഈ യേശു ജനിച്ച ഡിസംബർ 25 ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ടോ എന്നൊക്കെ ആര് നോക്കുന്നു? എന്നാ നീ വായിക്കണം, ബൈബിളിലില്ല. ശരി. പിന്നെ ഈ 25 എവിടുന്ന് വന്നെന്ന് നിനക്കറിയാമോ? എനിക്കറിയത്തില്ല. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല, വീട്ടിൽ ബൈബിൾ മാത്രമേ ഉള്ളത്. പിന്നെ ഇവനോട് എന്ത് പറയാനാ? അന്നേരം ഉടനെ പാസ്റ്റർ പറഞ്ഞു, എടാ ബൈബിളിൻ്റെ അകത്തുള്ള പുസ്തകമാണ് ആണോ? ഇതൊക്കെ ആര് നോക്കുന്നു? എന്നാൽ നീ നിൽക്ക്. യെഹെസ്കേലിലും യിരെമ്യാവിലും പ്രവാചക ശബ്ദമുണ്ട്. എന്ത്? ആകാശരാജ്ഞിക്ക് അപ്പം ഉണ്ടാകുന്നതും ധൂപം കാട്ടുന്നതും തമ്മൂസിനെ കുറിച്ചുള്ള വിലാപം. അപ്പം എന്താ തമ്മൂസ്? പാഗൺ മതക്കാരും ബാബിലോണിയ മതക്കാരും അവരുടെ ദൈവമായിട്ട് ആരാധിക്കുന്ന ദേവൻ ആരാ? സൂര്യദേവൻ. സൂര്യദേവനെ അവർ വിളിക്കുന്ന പേരെന്താ? തൗമൂസ്. തൗമൂസ് ദേവന്റെ വിലാപം ഉണ്ട്, വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ സൂര്യദേവൻ ഒരു ഭാര്യ ഉണ്ടെന്നും സൊമീറാമിസ് എന്ന് പറഞ്ഞ ദേവിയാണെന്നും അതിലുണ്ടായ കുഞ്ഞ് സൂര്യദേവന്റെ അവതാരമാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ബാബിലോണിയും പാഗൺ മതത്തിന്റെയും ചരിത്രമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടെ. അതുകൊണ്ട് അവർ ആരാധിക്കുന്ന സൂര്യദേവന്റെ ജന്മദിനമായിട്ടുള്ള ദിവസമാണ് ഡിസംബർ 25. ഇതിനെയാണ് നമ്മൾ ക്രിസ്മസ് എന്നും പറഞ്ഞ് മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് നീ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി ആരാ ഈ സൂര്യദേവൻ? ദൈവം സൃഷ്ടിച്ച ഗോളത്തെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത്? അല്ല. പിന്നെയോ? യെശയ്യാവ് 14:12 അരുണോദയ പുത്രനായ ശുക്ര വെട്ടേറ്റ് വീണവനെ. അപ്പൊ കാര്യമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ തോമസിന്റെ കണ്ണ് തള്ളി. അപ്പൊ ഞാൻ ഈ പിശാചിനെയാണോ ഈ ആരാധിച്ചുകൊണ്ട് ഈ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ടാണ്? എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇതൊക്കെ ആരും പറഞ്ഞു തരുന്നില്ല. അതല്ലേ ഞാൻ പറഞ്ഞേ. മെഴുകുതിരി എടുത്തെറിഞ്ഞു. പാസ്റ്ററെ ഇറച്ചോടാ, ഞങ്ങളെ ഇറച്ചുകൊണ്ട് അപ്പുറത്താ, എന്നാ ഞാനും വരുന്നെന്ന് പറഞ്ഞു. തോമസ് അങ്ങനെ മെഴുകുതിരിയും കളഞ്ഞേച്ച് നേരെ പാസ്റ്ററെ ഇറച്ചി വന്നു രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇപ്പം തോമസ് പെന്തക്കോസുകാരനായി. സന്തോഷമുണ്ടോ? സ്തോത്രം പറഞ്ഞില്ല. അടുത്ത ഡിസംബർ 25 വന്നപ്പോൾ തോമസ് കാണുകയാണ് ഈ ചർച്ചിൽ ബലൂണും വീർപ്പിച്ച് തോരണവും വലിച്ചു കെട്ടി മുഴുത്ത കേക്ക് മുറിച്ച് പാസ്റ്റർ അണ്ണാക്കിലോട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, സമുദായത്തിൽ നിന്നുകൊണ്ട് അവൻ ഇത് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു പാപം, ചെകുത്താൻ, പിശാച്. ഇതേ കാര്യം പെന്തക്കോസി വന്ന് ചെയ്താൽ വിശുദ്ധമാവുമോ? ആകുമോ? പിന്നെ എന്തിനാ സഭ പള്ളി വിട്ടേ? നിങ്ങൾ എന്തിനു പള്ളി വിട്ടു? കത്തോലിക്കെന്ന് ഇറങ്ങിയതല്ലേ? പിന്നെ വീട്ടുകാരൊക്കെ യാക്കോബക്കാരാ. നിങ്ങൾ എന്തിനാ വിട്ടെ? വചനപ്രകാരം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. ഇത് വചനപ്രകാരമാണോ? വചനവിരുദ്ധമായ കാര്യങ്ങൾ സ്വന്തം സഭയിൽ നടക്കുമ്പോൾ മൗനം പാലിക്കുന്ന നിങ്ങൾ എന്തിനു പള്ളി വിട്ടു? പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടാ. ദിവസങ്ങൾ ആചരിക്കുന്നു അല്ലേ, മാസങ്ങൾ, പിന്നെ കാലങ്ങൾ. കാലങ്ങളെന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽസ്. എല്ലാ ഫെസ്റ്റിവൽസിനും എന്തെല്ലാം കലാപരിപാടികളാണ് നമ്മുടെ ഇടയിൽ നടക്കണേ. പിന്നെ ആണ്ടുകൾ. ആണ്ടിൻ്റെ കാര്യം പിന്നെ പറയണോ? ആണ്ടറുതി ഇല്ലാത്ത പെന്തക്കോസുണ്ടോ? എൻ്റെ പൊന്നു ഭാഷ ഇങ്ങനെയൊക്കെ പറയാതെ ഒരു വർഷം ദൈവം നടത്തിയതിന് ഒരു നന്ദി കൊടുക്കുന്നത് തെറ്റാണോ? പിന്നെ ഹോൾസെയിലായിട്ട് നന്ദി കൊടുക്കാനാണോ പറഞ്ഞേ? ഒരു വർഷം കൂട്ടി വെച്ച് ഹോൾസെയിലായിട്ട് കൊണ്ട് കൊടുക്കാനാണോ പറഞ്ഞേ? ഓരോ പ്രഭാതത്തിലും കട്ടിലേന്ന് എഴുന്നേറ്റ് കണ്ണു തുറക്കുന്നെങ്കിൽ ഒരു ദിവസം എഴുന്നേൽപ്പിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ദിവസമാണ് ദൈവ പൈതലിൻ്റെത്. മൂക്കിലെ ശ്വാസം മേപ്പോട്ടും നിന്നും കീപ്പോട്ടും വലിക്കുമ്പോഴും സ്തോത്രം പറയേണ്ട ജീവിതമാണ് ദൈവ പൈതലിൻ്റെത്. ഹോൾസെയിലായിട്ട് കൊണ്ട് കൊടുക്കാനല്ല പറഞ്ഞത്. ആമേൻ. പിന്നെ കുലുക്കി ചീട്ടെടുക്കുക, തത്ത കുലുക്കി ബാധ്യത. പിന്നെ സ്തോത്രം. ഇതൊക്കെ തെറ്റാണെന്ന് അറിയാത്തവരൊന്നും അല്ല പെന്തക്കോസുകാർ. അങ്ങനെ നിങ്ങൾ പറയരുത് എന്നോട്. പാസ്റ്ററെ ഞങ്ങൾക്കത് അറിയത്തില്ല, ചുമ്മാതാ. നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാം അറിയാം. അറിഞ്ഞിട്ടും മൗനസമ്മതം കൊടുക്കുന്ന ഉഡായിപ്പുകളാണ് സഭയ്ക്കകത്ത് അനുവദിച്ചു കൊടുക്കുന്നത്. ആമേൻ. ഇനിയിപ്പോ ഇത് പൗലോസ് ഗലാത്യ സഭയോട് പറഞ്ഞപ്പോൾ സംഭവിച്ചത് എന്നാന്ന് കൂടെ കേട്ടോണം. താഴോട്ട് വായിക്കാം മാമേ. 12-ാം വാക്യം. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പോലെ നിങ്ങൾ എന്നെ പോലെ ആകാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾ എന്നോട് ഒരു അന്യായവും ചെയ്തിട്ടില്ല.
പൗലോസിന് കാര്യം മനസ്സിലായി. എന്താ? ഇങ്ങോട്ട് നോക്കേ. ഈ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്ന പരിപാടി നിർത്താറായില്ലെന്ന് ചോദിച്ചപ്പോൾ തന്നെ കമ്മിറ്റിക്കാർ പുള്ളി ഒന്ന് നോക്കി. അപ്പോഴേ പൗലോസിന് കാര്യം മനസ്സിലായി. രംഗം വഷളായെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, നിങ്ങൾ എന്നോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല. നിങ്ങളോട് എന്തെങ്കിലും വിരോധം ഉള്ളതുകൊണ്ടല്ല ഞാനിത് പറഞ്ഞെന്ന് സ്ഥാപിക്കാൻ പുള്ളി പറയാം, നിങ്ങൾ എന്നോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല. അടുത്തത്, ഞാൻ ശരീരത്തിൽ ബലഹീനത നിമിത്തം ഒന്നാമോ നിങ്ങളോട് സൂക്ഷിച്ചായിട്ട് അറിയിപ്പാൻ സംഗതി വന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അടുത്തത്, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളു. നിങ്ങൾ എന്നെ എന്തോരം സ്നേഹത്തോടെ കൈക്കൊണ്ടവരാ. അടുത്തത്, നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. അയ്യോ, നിങ്ങൾ എന്നോട് ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ഉപദേശിച്ചത്. വേണമെങ്കിൽ നിങ്ങളുടെ കണ്ണ് എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ അതുപോലും തരാനുള്ള സ്നേഹം നിങ്ങൾക്ക് എൻ്റെ അടുത്തുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ അടുത്ത വാക്കോ, അങ്ങനെ ഇരിക്കെ നിങ്ങളോട് സത്യം പറയുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ? പിടി കിട്ടിയോ? നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ സത്യമായ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മുഖം വാടി. പൗലോസിന്, സഭയ്ക്ക് പൗലോസ് ആരായി? ശത്രുവായി. ഈ അഭിഷിക്ത മനുഷ്യനായ പൗലോസ് ഇത് പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷമീർ കൊല്ലം പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? പറ. കാവലെ പ്രസംഗിച്ച് നടക്കുന്നു പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? പൗലോസ് പറഞ്ഞിട്ട് പുള്ളി ശത്രുവായി പോയി സഭയ്ക്ക്. ഞാനും ഓരോ സഭയിൽ നിന്നും അനേക ശത്രുക്കളെ കൊണ്ടാണ് വീട്ടിൽ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കാര്യം ഇതൊന്നും സഭയിലെ അണ്ണന്മാർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ വേഗത്തിൽ വിഷയത്തിലോട്ട് വരാം. ആമേൻ. അപ്പൊ സർപ്പം ഔവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ ഭയത്തിന്റെ കാരണം തൊട്ടടുത്ത വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവ്, നിങ്ങൾക്ക് കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷവും നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അത് വെറുക്കേണ്ടതിന് പകരം നിങ്ങൾ പൊറുക്കുന്നത് എനിക്ക് ആശ്ചര്യമായിരിക്കുന്നു. അയ്യോ, ഈ ആശ്ചര്യം ഇപ്പോഴും എന്നിൽ കിടക്കുക. ഒരുത്തം വന്ന് വേറൊരാത്മാവ്, വേറൊരേശു. ഏതാ വേറൊരേശു? വേറൊരേശുവിനെ പ്രസംഗിക്കപ്പെടുന്നത് നമ്മുടെ ഇടയിൽ തന്നെയാണ്. ഇത് സഭയോടാ പറയുന്നത്, അല്ലാതെ ഇത് സമുദായക്കാരുടെ നടുവിൽ പ്രസംഗിക്കുന്ന കാര്യമല്ല. ഒരുത്തൻ വന്ന് ഞങ്ങൾ വേറൊരു യേശുവിനെ പ്രസംഗം. ഏതാ വേറൊരു യേശു? നിന്റെ കടം മാറ്റുന്ന യേശു, നിന്റെ ബിസിനസ് തകർച്ച മാറ്റുന്ന യേശു, നിന്റെ കൊച്ചിനെ കെട്ടിക്കുന്ന യേശു, നിനക്ക് വിസ തരുന്ന യേശു, നിന്റെ പല്ലിന്റെ ബോർഡടയ്ക്കുന്ന യേശു, നിന്റെ കഷണ്ടി മുടി വിളിർപ്പിക്കുന്ന യേശു, നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, കൊട്ടൻ ചുക്കാതി പരിപാടി നടക്കുന്ന യേശു. എന്നാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ആ യേശുവിനല്ല, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഭൗതിക നന്മകൾക്ക് വിടുതൽ തരുന്ന ഒരു യേശുവിനെ ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക ഈ ലോകത്ത്. ആമേൻ. ഞങ്ങൾ ആ യേശുവിനെ അല്ല പ്രസംഗിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ നിത്യതയിലെത്തിക്കുന്ന യേശുവിനെ കുറിച്ചാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അതിനുവേണ്ടി പ്രാണനെ തന്നൊരു യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു. വേറൊരാത്മാവ്, ബൈബിളിൽ ഇല്ലാത്ത ആത്മാവ്. ഇന്ന് ഭയപ്പെടുത്തിയാണ് എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്തി. എന്താണെന്നറിയാവോ? നിങ്ങൾ ഇന്നാളൊരുത്തം പറഞ്ഞു, ഷമീർ കൊല്ലത്തിന്റെ മെസ്സേജ് കേൾക്കരുത്. അയ്യോ, കേൾക്കരുത്. എന്താ കേട്ട? ഈ ലോകത്തിലെല്ലാ പാപവും ദൈവം ക്ഷമിക്കും, വ്യഭിചാരം വരെ ദൈവം ക്ഷമിക്കും. പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞാൽ എന്നെ പേടിപ്പിക്കാൻ പോടാ. ഞാൻ പേടിക്കൂ? എന്തുകൊണ്ടാ? ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് സംസാരിക്കുന്നേ, പരിശുദ്ധാത്മാവിനെതിരല്ല. പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്ന ആരാണെന്ന് ഞാൻ തെളിയിക്കട്ടെ. കോശി വൈദ്യം പാസ്റ്റർ പറയാത്ത ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്ന് 10 പേര് ഈ സഭയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയം വേദനിക്കില്ലേ? പറ സഹോദരി, നിങ്ങൾ പറയാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞെന്ന് ഈ സഭയിലെ സഹോദരിമാര് അവിടെ ഇവിടെ ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വേദനിക്കില്ലേ? യോ, ഞാൻ മനസ്സിൽ പോലും അറിഞ്ഞതല്ലടി. പറയത്തില്ലേ? പറയും. ദൈവത്തിന്റെ ആത്മാവ് പറയാത്ത കാര്യം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാത്ത കാര്യം പരസ്യമായ വേദിയിൽ ലൈവിൽ നിന്നുകൊണ്ട് ആത്മാവ് എന്നോട് പറഞ്ഞു, ആത്മാവ് എന്നോട് ഇടപെട്ടു എന്ന പച്ചക്കള്ളം പറയുമ്പോഴല്ലേ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? ഈ പറയുന്നവൻ പറഞ്ഞു 2020 തളിർപ്പിന്റെ വർഷമാണ്, ഫ്ലറിഷിംഗ്.
അതെങ്ങനെ അവനോട് പറഞ്ഞത്? നവംബർ ഡിസംബർ മാസം മുതൽ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നു, പറയുക, ലൈവിൽ, പൊതുജനത്തിന്റെ മുമ്പിൽ, മഹത്വകരമായ പുൾപിറ്റിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു. എന്ത് ദൂതാണ് ഞാൻ ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. 2020 നല്ല തളിർപ്പായിരുന്നു അല്ലേ? കൊറോണ വന്നെല്ലാം അകത്ത് കയറി. ആരാ വ്യാജം പറഞ്ഞത്? പരിശുദ്ധാത്മാവ് വ്യാജം പറയുവോ? പരിശുദ്ധാത്മാവിന്റെ പേരിൽ ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു ലൈവിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അല്ലേ ആത്മാവ് ദുഃഖിച്ചത്? ഞാനാണോ ദുഃഖിപ്പിച്ചേ? പ്രൈസ് ദ ലോർഡ്. എൻ്റെ ദൈവം പോഷ്ക്ക് പറയുന്ന ദൈവമല്ല. എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന് പോഷ്ക്ക് പറയുന്നവനാക്കാൻ ശ്രമിച്ചാൽ, സ്തോത്രം, എൻ്റെ അപ്പനെ പറഞ്ഞാൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ എന്നാ മോന? ആമേൻ. എൻ്റെ അപ്പനെ കള്ളനാക്കരുത്, എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിക്കരുത്. നിന്റെ കർത്താവിന്റെ നാമം വൃഥാ. സ്തോത്രം. ഞാനല്ല പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. പച്ചക്കള്ളം വേദിയിൽ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഈ കള്ളന്മാരാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. എന്നിട്ട് നിങ്ങളെ പേടിപ്പിക്കും. ആത്മാവിനെതിരെ ഒന്നും, നമ്മൾ ദൈവദാസന്മാർക്കെതിരെ. ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നവൻ ബൈബിളിലെ ദൈവത്തിന്റെ ദാസനാണോ? പറ. ദുരുപദേശം പഠിപ്പിക്കുന്നവൻ ബൈബിളിലെ ദൈവത്തിന്റെ ദാസനാണോ? അല്ല. അപ്പം ദൈവദാസൻ എന്ന പരിഗണനയോ ബഹുമാനോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ കൊച്ചു കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലും കർത്താവിന് വേണ്ടി നീറിപ്പുകഞ്ഞ മെഴുകുതിരി പോലെ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദൈവദാസന്മാരുണ്ടോ? ഉണ്ട്. അവരുടെ ആരുടെയെങ്കിലും പേര് ഷമീറിന്റെ നാവിലെടുക്കാറുണ്ടോ? അവരെ ആരും ഞാൻ പറഞ്ഞിട്ടില്ല. വചനം വിറ്റ്, വചനത്തെ ബിസിനസ്സാക്കി പാവപ്പെട്ട ദൈവമക്കളെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന കള്ളന്മാർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. അവരെ ഒന്നും ദൈവദാസന്മാരായി കാണാൻ ഈ പുസ്തകം എന്നെ പഠിപ്പിക്കുന്നില്ല. ആമേൻ. വേറൊരു യേശു, വേറൊരു ആത്മാവ്. വേഗത്തിൽ നിർത്താം. അപ്പൊ ഇങ്ങനെ തെറ്റിച്ച് കളയാൻ സാധ്യതയുള്ളത് കൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഒരു ഭാഗം കൂടെ പറഞ്ഞാലേ ഈ മെസ്സേജ് എൻ്റെ പൂർത്തീകരണത്തിലെത്തും. ഞാൻ വേഗത്തിൽ അതിലോട്ട് ഓടിക്കയറുക. അങ്ങനെ തെറ്റിപ്പോയവരാരെങ്കിലും ബൈബിളിൽ ഉണ്ടോ പാസ്റ്ററെ? അതുകൂടെ പരിശോധിച്ച് നമുക്ക് നിർത്താം. ഒന്ന് വായിച്ചാട്ടെ. തെറ്റിപ്പോയവരാരെങ്കിലും ബൈബിളിൽ ഉണ്ടോ? 1 തിമോത്തിയോസ് 6 അധ്യായം 10 വാക്യം. 1 തിമോത്തിയോസ് 6:10. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നു. തെറ്റിപ്പോയവരുടെ കൂട്ടത്തിൽ ഒന്ന്, ഏതു വിധത്തിലും പണം ഉണ്ടാക്കണമെന്നുള്ള ചിന്തയകത്ത് കയറിയപ്പോൾ കൃപയിൽ നിന്ന് വീണുപോയി. മനസ്സിലായോ? ദ്രവ്യാഗ്രഹം ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ജീവിക്കാതെ മറ്റവനെക്കാളും കേമനാകണമെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പണം ഉണ്ടാക്കാൻ കുറുക്കുവഴി തേടി പോകുന്നവൻ കൃപയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. വിശദീകരിക്കാൻ സമയമില്ല. 1, ദ്രവ്യാഗ്രഹം നിമിത്തം പോയവൻ. 2, 6:20. അല്ലയോ തീമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞിരിക്ക. ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അപ്പം രണ്ടാമത് തെറ്റിപ്പോയ ആളുകള് എനിക്ക് നല്ല ജ്ഞാനമാണ്, എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തർക്കത്തിന് നടക്കുക, വാഗ്വാദം, ഭയങ്കര പണ്ഡിത ഡിബേറ്റ് നടക്കുക. നടന്ന് അവസാനം പുള്ളി പറഞ്ഞു ദൈവം. മനസ്സിലാവുന്നുണ്ടോ? എനിക്കെല്ലാം അറിയാം. തർക്കങ്ങളും വാദങ്ങളും ഇതിന്റെ പിറകെ നടക്കുന്നവരെല്ലാം ഇപ്പൊ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുക. ഭയങ്കര ജ്ഞാനമാണെന്ന് പറഞ്ഞ് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നങ്ങ് ഈ തർക്കങ്ങളും ഡിബേറ്റുകളും ഒക്കെ കണ്ടും കേട്ടും ഭ്രാന്ത് പിടിച്ചു. ഇപ്പൊ പറയാണ് സഭ മഹോപദ്രവത്തിലൂടെ പോകുന്നു. ആരുടെ കാര്യമെന്നൊക്കെ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ തർക്കിക്കാൻ വാദിച്ച് നടക്കുന്നവരെല്ലാം അവസാനം ഉപദേശം വിട്ട് അങ്ങ് പോകും. ഇതൊക്കെ കണ്ടിട്ട് വിശ്വാസി ഇവിടെ തലയ്ക്കകത്ത് പുക വന്നിരിക്കുക. ഇതിനൊന്നും നേരം നിൽക്കാതെ പുസ്തകം വായിക്കാൻ സമയം കണ്ടെത്ത്. പുസ്തകം വായിക്കുള്ള സമയം വെറുതെ ആവശ്യമില്ലാത്ത പ്രാന്തൊന്നും തലയിൽ കയറ്റാതെ പുസ്തകം വായിക്കുക. സ്തോത്രം. 1, ദ്രവ്യാഗ്രഹത്തിൽ തെറ്റി. 2,
തർക്കങ്ങളിലും ജ്ഞാനങ്ങളിലും പെട്ടു തെറ്റി. മൂന്നാമത്തെ ചിന്ത 2 തിമോത്തിയോസ് 2:18 വായിച്ചാട്ടെ. ഹുമനിയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടുതെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞു ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. ശ്രദ്ധിക്കുക, ഹുമനിയോസും ഫിലേത്തോസും സത്യം വിട്ടു തെറ്റി. ഇപ്പൊ അവര് പറയുന്നു പുനരുത്ഥാനം. അപ്പൊ ഇവരെങ്ങനെ തെറ്റി? ഉപദേശത്തിൽ തെറ്റി. ദൈവസഭയുടെ ഏക പ്രത്യാശ എന്താ? കർത്താവ് വരും, നാം രൂപാന്തരം പ്രാപിക്കും. ഇവരിപ്പോ പറയാ പുനരുദ്ധാനം ഒന്നും ഇല്ല. ഇനി നിങ്ങൾക്ക് ഒരു ചിന്ത ഗൗരവമായി പറഞ്ഞ് ഒരു 2 മിനിറ്റിൽ ഞാൻ നിർത്താം. ശ്രദ്ധിക്കാം. ഹുമനയോസും ഫിലേത്തോസും ഇവരുടെ പേരല്ലേ പറഞ്ഞത്? അല്ലേ? എന്നോട് ചില ആളുകൾ പറയും, പാസ്റ്ററെ നമ്മളിങ്ങനെ ആരുടെയും പേര് പറഞ്ഞ് പറയരുതെന്നാണ് പറയുന്നത്. പൗലോസ് പേരല്ലേ പറഞ്ഞേ? എന്തുകൊണ്ടാണ് പേര് പറഞ്ഞേ? ഹുമനയോസും ഫിലേത്തോസും, പിന്നെ ഒരാളുടെ പേര് പറഞ്ഞോട്ട് ദേമാസ്, ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് പോയി. പിന്നെ ഒരുത്തന്റെ പേര് പറഞ്ഞു ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ. ഇവരെല്ലാം പേരാ പറഞ്ഞേക്കുന്നത്. എന്തിനാ ഇത് പറഞ്ഞത്? ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാലത്ത് ദൈവസഭയ്ക്ക് വേണ്ടി ശുശ്രൂഷകരുടെ കൂട്ടുവേലക്കാരായി നിന്ന ആളുകളാണ് ഇവരിൽ പലരും. ഇവർ ഒരു കാലത്ത് ഉപദേശത്തിൽ നിന്നവരാണ്. എന്നാൽ ഇന്ന് അവർ ഉപദേശം വിട്ട് തെറ്റി എന്ന് പേര് പറഞ്ഞല്ലേ സഭയോട് പറഞ്ഞത്? എന്തിനാ പറഞ്ഞേ? ഈ പേര് പറയാതെ പറഞ്ഞെന്ന് വെച്ചോ. തിമോത്തിയോസേ മകനെ, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നു. കർത്താവ് അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. പകരം കൊടുക്കേണ്ടത് ആരാ? പറ. നമ്മളാരും പകരം കൊടുക്കണ്ട, ദൈവം കൊടുത്തോളും. ഇവർക്കെല്ലാം ദൈവം കൊടുത്തോളും. നമ്മളാരും പകരം കൊടുക്കണ്ട. പക്ഷെ അടുത്ത വാക്ക് പറഞ്ഞു, നീയോ അവനെ സൂക്ഷിച്ചോണം. പകരം കൊടുക്കേണ്ടത് ആരാ? ദൈവം. സൂക്ഷിക്കേണ്ട ആരാ? നമ്മൾ സൂക്ഷിച്ചോണം. അപ്പൊ ഇവിടെ പേര് പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും കമ്മിറ്റിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പൗലോസ് പേര് പറയാതെ എങ്ങനെ എഴുതി? മകനെ തിമോത്തിയോസേ, ലവൻ എനിക്ക് വളരെ ദോഷം ചെയ്തു. ലവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നു. ലവന് കർത്താവ് കൊടുത്തോളും. നീ ലവനെ സൂക്ഷിക്കണം. എവനെ. അപ്പൊ ദൈവമക്കളെ, ഒരു വ്യക്തി ദുരുപദേശമാണ് ഇപ്പൊ പ്രസംഗിക്കുന്നതെങ്കിൽ, അവൻ ദുരുപദേശമാണ് ഇപ്പൊ പ്രസംഗിക്കുന്നതെന്ന് സഭയെ അറിയിച്ചിരിക്കണം. അല്ലെങ്കിൽ അവൻ പണ്ട് കൃപയിൽ നിന്നവനാണ് എന്ന തെറ്റിദ്ധാരണയിൽ അവൻ നമ്മുടെ സഭയ്ക്കകത്ത് വന്നാൽ നമ്മൾ അവന് അവസരം കൊടുക്കും. അവൻ നമ്മളെ തെറ്റു പഠിപ്പിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഇന്ന വ്യക്തി ദുരുപദേശകനാണെന്ന് ദൈവമക്കളെ അറിയിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് പേര് സഹിതം എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കൂ. ദേമാസിനെ കുറിച്ച് കൂട്ടുവേലക്കാരൻ, എന്റെ കൂട്ടുവേലക്കാരനായ ദേമാസ് എന്നല്ലേ ആദ്യം എഴുതിയത്. പിന്നെ ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി. ഇന്ന് ചില ആളുകൾ ഇതൊന്നും വചനത്തിന്റെ പൊരുൾ ഒന്നും അറിയത്തില്ലെന്ന് ചുമ്മാ കയറി അങ്ങ് പറയാം. പാസ്റ്ററെ നമ്മൾ അങ്ങനെ ദൈവദാസന്മാരെ ആക്ഷേപിക്കല്ല. പിന്നെ പാസ്റ്ററെ കാര്യം ശരിയാ, അവരിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റി പറയുന്നുണ്ടാകും. പക്ഷെ ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നവരാ. അതുകൊണ്ട് അങ്ങനെയാണ് നീ പിശാചിനെ ശാസിക്കരുത്. പണ്ട് ദൂതനായിരുന്നല്ലോ. ഒരു കാലത്ത് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് നിന്ന മനുഷ്യനെ ഇപ്പൊ ദൂതനായി ഇപ്പൊ വീണുപോയി. അതുകൊണ്ട് അവനെ ശാസിക്കല്ലേ എന്ന് പറയണോ? നീ മുമ്പ് എന്തായിരുന്നെന്നല്ല, ഇപ്പോൾ എന്തായിരിക്കുന്നു എന്നാ ദൈവം നോക്കുന്നത്. ശരിയാ, ഒരു കാലത്ത് ഈ പറയുന്ന ദുരുപദേശകരി പലരും ശക്തമായി നിന്നവരും കൃപയും ഒക്കെ സമ്മതിക്കുന്നെന്ന്. ബട്ട് നൗ അവരിപ്പോൾ എന്തായിരിക്കുന്നു എന്ന് സഭ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ സഭയ്ക്ക് അബദ്ധം പറ്റും. അകത്ത് വന്ന് കയറും, വാതിൽ തുറന്നു കൊടുക്കും. സഭയെ നശിപ്പിക്കുവാനിടയാകും. അതുകൊണ്ടാണ് ദൈവമക്കളെ പേര് പറയേണ്ടടുത്ത് പേര് തന്നെ പറയണം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു. സഭയുടെ നല്ല വശങ്ങളും ദോഷവശങ്ങളും എല്ലാം എഴുതി. എന്നിട്ട് ഒരു നല്ല വശം പറഞ്ഞു, നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകയാന്ന് എഴുതി അതേ പരിശുദ്ധാത്മാവല്ലേ ഇതും എഴുതിച്ചത്. അപ്പൊ അവിടെ പകയ്ക്കുന്നവൻ കൊലപാതകി, ഇവിടെ പകയ്ക്കുന്നത് സഭയുടെ നന്മ എന്ന് പറഞ്ഞാൽ വചനം വിട്ടു നടക്കുന്നവനെ പകയ്ക്കുന്നത് സഭയുടെ നന്മ. വചനത്തിനു വേണ്ടി നിൽക്കുന്ന കൂട്ടു സഹോദരങ്ങളെ പകയ്ക്കുന്നത് കൊലപാതകം. കൂട്ടു സഹോദരങ്ങളെ ചേർത്ത് പിടിക്ക്. വചനത്തിന് വേണ്ടി നിൽക്കുന്നവരെ ചേർത്ത് പിടിക്ക്. വചനം വിട്ട് നടക്കുന്നവനോട് അകന്നുകൊള്ളണം. ഇതാണ് ദൈവസഭയുടെ പ്രമാണം. ആകയാൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം സാധ്യമായി. അത് സന്തോഷം. പക്ഷേ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും വചനം വിട്ട് തെറ്റിപ്പോകാതെ നിൽക്കുകയും
കാഹളനാദത്തിങ്കൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുകയും ചെയ്യേണ്ടതിന് പഥ്യോപദേശം പ്രമാണിച്ച് വിശുദ്ധിയും വേർപാടും പാലിച്ച് കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. സകല ലോക സംഭവങ്ങളും വാക്കും ഭാഷണവും കൂടാതെ വിളിച്ചറിയിക്കുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു.